എല്ലാവർക്കും നമസ്കാരം. മൈത്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന PG ഓറിയന്റേഷൻ പ്രോഗ്രാമിലെ 3-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ സംസാരിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് മിസ്റ്റർ അംജദ് സദീം ഫ്രം ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി MA അറബിക്. മിസ്റ്റർ വിഷ്ണു പ്രസാദ് ഫ്രം JNU PhD സ്കോളർ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ്. Mr. Hasan Aman from Indira Gandhi National Open University, MA Political Science Honors. Mr. Jishnunath PC, Tata Institute of Social Science, MA Social Work, Criminology and Justice. Mr. Muhammad Tanheem, Central University of Kashmir. ഇവരെല്ലാവരെയും ഞാൻ ഈ PG ഓറിയന്റേഷൻ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരെയും മറ്റു മൈത്രി ഭാരവാഹികളെയും ഞാൻ ഇതിനോടൊപ്പം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഹർഷദ്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്പീക്കറിനെ വിളിക്കാം. മിസ്റ്റർ അംജദ് സദീം ഇഫ്ലു, MA അറബിക്. വെൽക്കം. ഹായ്, ഗുഡ് ഈവനിങ്. കേൾക്കാമോ? അതെ, കേൾക്കാം. So first of all, I'm thanking DU Maitri, the Malayali Association, for having such a good orientation program for the higher studies for our emerging buds. And വളരെ സന്തോഷമുണ്ട് നമ്മളെ ഈ ഒരു ഒത്തൊരുമിച്ച് കൂടല് ഈ DU മൈത്രി മലയാളി കൂട്ടായ്മക്ക് ആദ്യമായിട്ട് എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദികളും അറിയിക്കുന്നു. So today myself I am Amjad Sadeem, belongs to Arimbra near Kontoti, Malappuram district, and now working in Amazon Hyderabad as Arabic translation associate. So ഇന്ന് ഞാനിവിടെ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫോറിൻ ലാംഗ്വേജ് സാധ്യതകളെ കുറിച്ചാണ്. ഫോറിൻ ലാംഗ്വേജ് എത്രത്തോളം നമുക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ കാത്തു നിൽക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ ഞാനൊരു PPT ഷെയർ ചെയ്യുന്നുണ്ട്. സോ ടെൽ മീ ഇഫ് ഇറ്റ്സ് വിസിബിൾ ഓർ നോട്ട്. വിസിബിൾ ആണോ? അതെ 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 അതെ. ഓക്കെ. സോ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഇന്ത്യയിലെ ലാംഗ്വേജിന് മാത്രമായിട്ട് ഉണ്ടാക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്. So this is the main gate of the EFL University Hyderabad. So okay, total 11 ലാംഗ്വേജിലാണ് EFL യൂണിവേഴ്സിറ്റി അവിടുത്തെ സ്റ്റഡീസ് ഉള്ളത്. ഏഷ്യൻ ലാംഗ്വേജസ് ആയ അറബിക്, ചൈനീസ്, ജാപ്പനീസ്, പേർഷ്യൻ, കൊറിയൻ, അതുപോലെ യൂറോപ്യൻ ലാംഗ്വേജസ് ആയ ജർമ്മൻ, ഇറ്റാലിയൻ, ഫ്രഞ്ച്, പോർച്ചുഗീസ്, റഷ്യൻ, സ്പാനിഷ്, ഈ വിഷയങ്ങളിൽ BA, MA, PhD. ഇതാണ് EFL യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ്, ഫോർ എക്സാമ്പിൾ ആമസോൺ, ഗൂഗിൾ മാപ്പ്, അതുപോലെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇവർക്കൊക്കെ റിസോഴ്സ് പേഴ്സൺ, ലാംഗ്വേജ് റിസോഴ്സ് പേഴ്സൺ ആവശ്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ലാംഗ്വേജ് സ്റ്റഡീസിന്റെ ഒരു ഇമ്പോർട്ടൻസ്. നമുക്കറിയാം ഹൈദരാബാദിൽ നിങ്ങൾക്ക് ചെന്നാൽ നിങ്ങൾക്കറിയാം അവിടുത്തെ ഹൈടെക് സിറ്റി ഹൈദരാബാദിൽ ഏകദേശം ഒരു 10-20ഓളം മൾട്ടിനാഷണൽ കമ്പനീസ് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ക്യാമ്പസ് ആണ് ഹൈദരാബാദിലെ ആമസോൺ ക്യാമ്പസ്. അതുപോലെ തന്നെയാണ് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ മാപ്സ്, ഇവർക്കൊക്കെ ഒരു ലാംഗ്വേജ് ഹബ്ബാണ് ഹൈദരാബാദ്. സോ അവിടെയാണ് നമ്മുടെ ഈ ഒരു ലാംഗ്വേജിന്റെ സ്റ്റഡീസ്. അതായത് ഒരു BA
അറ്റ്ലീസ്റ്റ് BA പഠിച്ചൊരു കുട്ടിക്ക് ഡയറക്റ്റ് ജോലി കിട്ടാൻ സാധ്യതയുള്ള പ്രൊഫഷണൽ ഫീൽഡാണ് ഈ ലാംഗ്വേജ് ഏരിയ എന്നുള്ളത്. അപ്പോ EFL യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് ബേസിസ് ആയിട്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ BA MA PhDക്ക് പുറമെ ഈ യൂണിവേഴ്സിറ്റിയിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് സർട്ടിഫിക്കറ്റ് കോഴ്സ്, അതുപോലെ ഡിപ്ലോമ, അതുപോലെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എന്റെ ഒരു ഉദാഹരണം വെച്ചിട്ട് ഞാൻ പറയാം. ഞാൻ EFL യൂണിവേഴ്സിറ്റിയിൽ MA അറബിക്കാണ് പഠിച്ചത്. ഈ MA അറബിക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് ഈ 11 ലാംഗ്വേജിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് നമ്മൾക്ക് പഠിക്കാം. സോ ഈ ഒരു ലാംഗ്വേജിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ MA അറബിക്ക് പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ MA ഇംഗ്ലീഷ് ഓർ BA ഇംഗ്ലീഷ്, BA അറബി, ഇതൊക്കെ പഠിക്കാൻ പോയ ഒരു വ്യക്തിക്ക് വേറൊരു ലാംഗ്വേജിലും കൂടെ BA ഒരേ സമയത്ത് കരസ്ഥമാക്കാൻ പറ്റുന്നത് EFL യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BA ഇംഗ്ലീഷ് പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥിക്ക് ഈവനിങ് കോഴ്സ് ആയിട്ട് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ്, അതുപോലെ ഡിപ്ലോമ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ. അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ ഇയറിൽ ഡിപ്ലോമ, മൂന്നാമത്തെ ഇയറിൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ. അപ്പൊ BA ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് 3 വർഷം കഴിയുന്നതോടുകൂടെ BA ഇംഗ്ലീഷും അതുപോലെ തന്നെ BA ഫ്രഞ്ച്, വിച്ച് എവർ അവന് ഏത് സബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്തത് ആ സെലക്ട് ചെയ്ത സബ്ജക്റ്റിൽ അവന് BA. അപ്പൊ 2 BA 3 ഇയേഴ്സിന്റെ ഉള്ളിൽ കരസ്ഥമാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഈവനിങ് കോഴ്സ് ആയിട്ട് വൈകുന്നേരങ്ങളിൽ 5 to 7, അല്ലെങ്കിൽ രാവിലെ ഈ മോർണിംഗ് കോഴ്സ് പോലെ 6 to 8, അല്ലെങ്കിൽ 7 to 9, ഇങ്ങനെയാണ് ഇവര് ലാംഗ്വേജിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ കൊടുക്കുന്നത്. സോ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഫോറിൻ ലാംഗ്വേജ് പഠിച്ച്, ഈവൻ എൻ്റെ കൂടെ ഒരു ഇറ്റാലിയൻ പഠിച്ച ഒരു വിദ്യാർത്ഥി, അവൻ ആകെ പഠിച്ചത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇറ്റാലിയൻ ആണ്. ഇപ്പൊ ആമസോണിൽ അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ലാംഗ്വേജിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 50-60,000 പെർ മന്ത് സാലറി കിട്ടുന്ന ജോലികളാണ് ഹൈദരാബാദിൽ നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ലാംഗ്വേജ് പഠനം എന്ന് പറഞ്ഞാൽ അത്രക്ക് നമ്മളെ പ്രൊഫഷണലി നമ്മൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയ കൂടെയാണ്. So let's move to the next. So EFL യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മള് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഓൺലി 30 acres ഓഫ് ലാൻഡ് ഉള്ളൂ. ഈ 30 acres ഓഫ് ലാൻഡില് 2 ഇന്റർനാഷണൽ ഹോസ്റ്റലുകൾ, 3 ഇന്ത്യൻ ഹോസ്റ്റലുകൾ, ഇതൊക്കെ അടുപ്പിച്ചാണ് അത്. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താ വെച്ചാല് നമ്മൾ പഠിക്കുന്ന ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ അറബി പഠിച്ച സമയത്ത് എനിക്ക് ഈ അറബിക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഫോറിൻ സ്റ്റുഡൻസ് ഇറാഖ്, ലബനാൻ, കുവൈത്ത്, ഒമാൻ, ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോ നമുക്ക് ഈ EFL യൂണിവേഴ്സിറ്റിയിൽ എത്തിയാനുള്ള ഒരു മെച്ചം എന്താ വെച്ചാല് അവിടെ ഫ്രഞ്ച് പഠിപ്പിക്കാൻ ഫ്രാൻസിൽ നിന്നൊരു ടീച്ചർ ഉണ്ട്, അതുപോലെ റഷ്യൻ പഠിപ്പിക്കാൻ റഷ്യയിൽ നിന്നൊരു ടീച്ചർ ഉണ്ട്. ഇപ്പൊ ഇവരെയൊക്കെ ആയിട്ട് നേരിട്ട് മിങ്കിൾ ചെയ്യാനും, അതുപോലെ അർജന്റീന, ചിലി, ബ്രസീൽ, അതുപോലെ മറ്റ് കൊളംബിയ, ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള സ്പാനിഷ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ ഒക്കെ സംസാരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏത് ഭാഷയാണോ പഠിക്കുന്നത് ആ ഭാഷ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം EFL യൂണിവേഴ്സിറ്റി ഒരുക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു നോർമൽ സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ നമുക്ക് നേരിട്ട് പ്രയോജനപ്പെടുത്താൻ, ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മുതലാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ EFL യൂണിവേഴ്സിറ്റിന്റെ മെയിൻ ക്യാമ്പസ് ആണ് ഹൈദരാബാദ്. അതുപോലെ EFL യൂണിവേഴ്സിറ്റിക്ക് ഷില്ലോങ്ങിലും ക്യാമ്പസ് ഉണ്ട്, അതുപോലെ ലക്നൌവിലും ക്യാമ്പസ് ഉണ്ട്. അപ്പൊ ഞാൻ ഹൈദരാബാദിലുള്ള കോഴ്സിനെ കുറിച്ച് പറയാം. UG ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറബിക്, ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ്, റഷ്യൻ, സ്പാനിഷ്, കൊറിയനിലും, അതുപോലെ B.Ed ഇംഗ്ലീഷും BA ഇംഗ്ലീഷും ഉണ്ട് UG-യിൽ. അതുപോലെ തന്നെ PG ഇംഗ്ലീഷ്. ഇതാണ് EFL യൂണിവേഴ്സിറ്റിന്റെ മറ്റൊരു പ്രത്യേകത. ഇംഗ്ലീഷിന് ഒരു നല്ലൊരു ഏരിയ തന്നെയുണ്ട്.
അതായത് PG ആരെങ്കിലും അവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ട്, കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഉണ്ട്, അതുപോലെ ലിംഗ്വിസ്റ്റിക്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് വ്യത്യസ്ത തരത്തിലുള്ള കോഴ്സ് ഇംഗ്ലീഷിൽ ലഭ്യമാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നമ്മൾക്ക് എല്ലാ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സിലൊക്കെ ഓൺലി 25-20 സീറ്റ്സ് ഒക്കെ ഉള്ളൂ. പക്ഷെ ഇംഗ്ലീഷ് കഫ്തീരിയ എന്ന് പറഞ്ഞിട്ട് EFL യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് എന്തിനാ വെച്ചാല് അതിൽ 100 ഇൻടേക്ക് ആണ് വരുന്നത് ഇംഗ്ലീഷ് കഫ്തീരിയയില്. അതായത് നമ്മളൊരു കഫ്തീരിയയിൽ പോയാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്ത് കഴിക്കാം. അതുപോലെ തന്നെ EFL യൂണിവേഴ്സിറ്റി ഒരുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്, അതുപോലെ വേൾഡ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇങ്ങനെ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് MA ഇൻ ഇംഗ്ലീഷ് കഫ്തീരിയ. പോരാത്തതിന് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് കഫ്തീരിയ എന്നുള്ളത് 90-100 ഇൻടേക്ക് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലും എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാവും. അതുപോലെ തന്നെ PG ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള LI ഫോറിൻ ലാംഗ്വേജിൽ PG കൊടുക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഈ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഈ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്. വിവിധ മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് ജോലി നേടാം. ഈവൻ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡിപ്ലോമ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ മാത്രം കഴിഞ്ഞവർ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ആൾക്കാർ ആമസോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ട്രാൻസ്ലേഷൻ അസോസിയേറ്റ്, അതുപോലെ ഇന്റർനാഷണൽ റിലേഷൻസ്, അതുപോലെ BMW നമുക്കറിയാം ജർമ്മൻ കമ്പനിയാണ്. ആ ജർമ്മനിയിലെ ജർമ്മൻ ട്രാൻസ്ലേറ്റർ ആയിട്ട് BMW ഹൈദരാബാദിൽ നമ്മൾ ജോലി ചെയ്യുന്ന സുഹൃത്തുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ EFL യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ ഇപ്പോ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുബൈർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം EFL യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നത് PhD അറബിക്ക് ചെയ്യാനായിരുന്നു. 5 years ഓഫ് PhD അറബിക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അതിൽ JRF ജൂനിയർ റിസോഴ്സ് ഫെലോഷിപ്പ് ഗവൺമെന്റിൽ നിന്ന് മാസം 40,000 രൂപ വാങ്ങുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അതിന് കൂടെ തന്നെ അദ്ദേഹം സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ജർമ്മൻ കഴിഞ്ഞു 3 വർഷം. ശേഷം 2 വർഷം ഡിസ്റ്റൻസ് MA ജർമ്മൻ ഫ്രം ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞു. ശേഷം അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ PhD ഇൻ ജർമ്മൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം JNUയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ ഇത്ര ഒരു ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹം ജർമ്മനിലും PhD JRF കരസ്ഥമാക്കി. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുണ്ട്. അതുപോലെ ലാംഗ്വേജ് പഠിക്കാൻ വെറും EFL യൂണിവേഴ്സിറ്റി എന്നല്ല, ഇന്ത്യയിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയയിലായാലും DUലായാലും അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ JNUല്, എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇപ്പോൾ ഏകദേശം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഇപ്പോൾ ഫോറിൻ ലാംഗ്വേജസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ EFL യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആ ഒരു ലാംഗ്വേജിന് മാത്രമായിട്ട് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് EFL യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഒരുപാട് ഡെവലപ്മെന്റ്സ് പേഴ്സണലായിട്ടും അക്കാദമിക്കലായിട്ടും കൾച്ചറലായിട്ടും ഒരുപാട് ഡെവലപ്മെന്റ് നമ്മൾ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ ഒരു എല്ലാവർക്കും ഉള്ള ഒരു പോയിന്റ്സ് ആണ്. നമുക്ക് പേഴ്സണലായിട്ട് കരിയറും, അതുപോലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ കുട്ടികളായിട്ടുള്ള ബന്ധങ്ങള്, പുറത്തുള്ള ഫോറിൻ സ്റ്റുഡൻസിനായിട്ടുള്ള ബന്ധങ്ങള്, ന്യൂ അറ്റ്മോസ്ഫിയർ, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെ ന്യൂ വേസ് ഓഫ് ലൈഫ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഈ പുറത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ മാത്രമാണ്. അപ്പോ അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താന് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഒക്കെ മാറി നല്ലൊരു സാഹചര്യങ്ങൾ എത്തുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. സോ അക്കാദമിക് ആയിട്ട് നമ്മളെ ഡെവലപ്മെന്റ് നമുക്കറിയാം. നമ്മൾക്ക് ഒരുപാട് UPSC ആയാലും SSCയിലായാലും നമുക്ക് ഈവൻ നമ്മളെ ക്യാബിനറ്റ് മിനിസ്ട്രിയിൽ, സെൻട്രൽ ഗവൺമെന്റ് ക്യാബിനറ്റ് മിനിസ്ട്രിയിൽ വരെ നമ്മൾക്ക് ഫോറിൻ ലാംഗ്വേജ് സപ്പോർട്ടിനായിട്ട് ഒരുപാട് എക്സാമുകൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയുന്നതും എത്തിപ്പെടുന്നതൊക്കെ ഇങ്ങനെ പുറത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയിട്ടും. കാരണം നമ്മുടെ നാട്ടിൽ നമ്മളിങ്ങനെ എന്താണ് ഇപ്പോൾ ഇവിടെ ഒരു BA പഠിച്ചാലും അവിടെ ഒരു BA പഠിച്ചാലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഈവൻ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം. ഞാൻ +1 +2 അതുപോലെ ഡിഗ്രി 3 വർഷം 5 വർഷം മഅദീൻ അക്കാദമി മലപ്പുറത്ത് പഠിച്ചു. അവിടെ ഞാൻ 5 വർഷം അറബിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഞാൻ BA എക്കണോമിക്സ് എടുത്തത് കാരണമായിട്ട് ഞാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ MA എക്കണോമിക്സ് 2016-18 ചെയ്തു. അപ്പോഴെന്താ വെച്ചാൽ നമ്മൾ കരിയറിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പോ ഈ ഒരു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നതോട് കൂടെയാണ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായത്. അവിടെ ഒരു ഏകദേശം ഒരു 500 അബോവ് അറബ് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ഈ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ. കാരണം അവിടെ പെട്രോളിയം സ്റ്റഡീസ് അതുപോലെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ്. സോ അവിടെ ഒരുപാട് അറബിക്ക് സ്റ്റുഡൻസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഞാൻ വളരെ ഫ്ലുവൻ്റ് ആയി അറബിക്കിൽ സംസാരിക്കാൻ. പക്ഷെ ഒരു അറബിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നതായിരുന്നു എൻ്റെ ഒരു മറ്റൊരു പ്രോബ്ലം. അങ്ങനെ ആയിരുന്നു ഈ EFL യൂണിവേഴ്സിറ്റിയിലേക്ക് MA അറബിക്ക് പഠിക്കാൻ പോയത്. സോ EFL യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് എക്സാം ആണ് ഉണ്ടാവാറ്. ഞങ്ങളൊക്കെ എൻട്രൻസ് എഴുതിയത് 2018, അതാണ് ലാസ്റ്റ് ബാച്ച്. ഞങ്ങളെ എൻട്രൻസിന്റെ ഒരു സിസ്റ്റം 40 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതുപോലെ 5 essay, ഒരു ഇന്റർവ്യൂ, അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഫോർ ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഈവൻ PhD, BA, MA എല്ലാ എൻട്രൻസും 100 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 100 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഏകദേശം എല്ലാ വർഷവും കട്ട് ഓഫ് വരാറുള്ളത് 80 ആണ്. 80 മിനിമം എന്തായാലും കിട്ടേണ്ടി വരും. EFL യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് 79-80 അടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം ഏകദേശം MA ഏരിയകളിലാണെങ്കിൽ എല്ലാ MAയിലും 15 to 20 സീറ്റ്സ് ഉള്ളൂ. അതുപോലെ BA ആണെങ്കിൽ 60, 50 അങ്ങനെ എല്ലാ വർഷവും 50-60 ആയിട്ടിരിക്കും. പിന്നെ MA ഇംഗ്ലീഷ് കഫ്തീരിയക്ക് മാത്രമാണ് ഒരു 90 കട്ട് ഓഫ് ഒക്കെ വരുന്നത്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. പിന്നെ ഏറ്റവും പഠിക്കാൻ വളരെ ചെലവ് കുറഞ്ഞൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. ഏകദേശം ഒരു സെമസ്റ്ററിന് ആകെ ഫീ വരുന്നത് 2000 ചില്ലാനം രൂപ, 2200, 2300. അതുപോലെ എല്ലാ വർഷവും ഫുഡിനായിട്ട് വരുന്നത് 80 rupees പെർ ഡേ. 80 rupees പെർ ഡേ നിങ്ങൾക്ക് 4 നേരം ഫുഡ് കിട്ടും. നല്ല അടിപൊളി ഫുഡായിരിക്കും. പിന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ് EFL യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് EFL യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഡീൽ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇനിയും സംസാരിക്കാനുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചോളൂ. ഓക്കെ, എനി ഡൗട്ട്സ് റിലേറ്റഡ്? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റിൽ എഴുതുക, ഒന്നില്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, റിലേറ്റഡ് ഹോസ്റ്റൽ ഫീ ഒക്കെ എങ്ങനെയാ വരുന്നത്? ഓക്കെ, EFL യൂണിവേഴ്സിറ്റിക്ക് ഹോസ്റ്റൽ ഫീ ഇല്ല. നമ്മള് വെറും 225 രൂപ പേ ചെയ്യുന്നുണ്ട് എല്ലാ മാസവും ഹോസ്റ്റലിന്. അത് അവിടുത്തെ കെയർ ടേക്കറിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം അവിടെ എല്ലാ ദിവസവും റൂം വന്ന് അടിച്ചേരി വൃത്തിയാക്കും. നമുക്ക് എന്ത് വേസ്റ്റ് റൂമിൽ വീണാലും വന്ന് അടിച്ചേരി കൊടുക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ 225 പെർ മന്ത് ഫീ വരുന്നത്. നിങ്ങളുടെ വീഡിയോ ഒന്ന് തിരിച്ചു പിടിക്കോ? എന്താ അറിയില്ല, ലാപ്ടോപ്പിലാണ് ഞാൻ ജോയിൻ ചെയ്ത്. അങ്ങനെ തന്നെയാണ്, എന്താ മനസ്സിലായിട്ടുള്ളത്. സോ അപ്പൊ ഫീസ് ഇനത്തിൽ ഒന്നുകൂടി ഞാൻ ക്ലാരിഫൈ തരാം. സെമസ്റ്റർ ഫീ ആയിട്ട് വരുന്നത് 2200 മുതൽ 2500 വരെ പെർ സെമസ്റ്റർ. പിന്നെ സെമസ്റ്റർ എന്ന് പറഞ്ഞത് August 1 to November 30. അതുപോലെ ഡിസംബർ ഫുള്ളായിട്ട് വിന്റർ വെക്കേഷൻ. പിന്നെ January 1 to April 30, 4 മന്ത്. അപ്പൊ ടോട്ടൽ 8 മന്ത് ക്ലാസ് ഉണ്ടാവുള്ളൂ 1 ഇയറിൽ. മെയ്, ജൂൺ, ജൂലൈ സമ്മർ വെക്കേഷൻ. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നേരത്തെ ഫുഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, 80 rupees പെർ ഡേ വരും. വാട്ട് ഈസ് സിലബസ് ഇൻ എൻട്രൻസ് എക്സാം? എൻട്രൻസ് എക്സാമിന്റെ സിലബസ് നമ്മള് MA ആണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ പ്യുവർലി നമുക്ക് പറയാം BA സിലബസ് എന്താണോ അത് തന്നെയാണ്. അതായത് MA അറബിക്കിന്റെ എൻട്രൻസ് എഴുതുന്ന ഒരാൾക്ക് BA അറബിക്കിന്റെ സിലബസ് ആയിരിക്കും. അതുപോലെ MA ജർമ്മൻ ചെയ്യുന്നവർക്ക്, MA ഇറ്റാലിയൻ, MA കൊറിയൻ, MA ജാപ്പനീസ് ഇതൊക്കെ ചെയ്യുന്നവർക്കൊക്കെ
ആ വിഷയത്തിന്റെ BA ആയിരിക്കും സിലബസ്. പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ നെറ്റ് സിലബസ് നന്നായിട്ട് റെഫർ ചെയ്താൽ മതി. കാരണം EFL യൂണിവേഴ്സിറ്റിയിൽ എത്തുന്ന ഓരോ സ്റ്റുഡൻസും അവർ BA തന്നെ അവരുടെ നെറ്റ്, നമുക്കറിയാം നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടീച്ചർ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ടീച്ചർ, ഒരു കേട്ടറ്റും വേണ്ട, ഒരു സെറ്റും വേണ്ട, ഒരു ടെറ്റും വേണ്ട, നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ എവിടെയും ടീച്ചിങ്ങിന് പോവാം. അപ്പൊ ആ ഒരു ടീച്ചിങ്ങിന്റെ നെറ്റിന്റെ സിലബസ് നിങ്ങൾ എല്ലാവരും BA പഠിക്കുമ്പോൾ തന്നെ നിങ്ങളൊക്കെ റെഫർ ചെയ്യണം എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, കാരണം നമ്മളെ എൻട്രൻസ് എല്ലാ PG എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആ ഒരു ടോപ്പിക്കിലുള്ള നെറ്റിന്റെ സിലബസ് ആയിരിക്കും. ഓക്കെ. MA അറബിക്കിന്റെ കട്ട് ഓഫ് എത്രയാണ്? MA അറബിക്ക് കഴിഞ്ഞ വർഷം കട്ട് ഓഫ് വന്നത് 80 ആണ്. MA അറബിക് അഡ്മിഷൻ കിട്ടാൻ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം? ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഓക്കെ, ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോലെ തന്നെ അവിടെ ഉള്ളത് 4 പ്രൊഫസേഴ്സ് ആണ് അറബിക്കുള്ളത്. അതുപോലെ 4 അസോസിയേറ്റ് പ്രൊഫസേഴ്സ്, ഇങ്ങനെയാണുള്ളത്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അത്യാവശ്യം നല്ല കാലിബർ ഉള്ള, അതുപോലെ നമ്മൾക്ക് PhDക്കൊക്കെ നന്നായിട്ട് ഉപകാരം ചെയ്യുന്ന, അത്യാവശ്യം ഇന്റർനാഷണൽ ജേർണൽസിലൊക്കെ ഫോറിൻ ലാംഗ്വേജിലൊക്കെ ഒരുപാട് കൃതികളൊക്കെ എഴുതുന്ന ആൾക്കാരാണ് അവിടെയുള്ള പ്രൊഫസേഴ്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും, ജർമ്മൻ ആയാലും സ്പാനിഷ് ആയാലും എല്ലാത്തിലുള്ളതും. കാരണം പിന്നെ ലാംഗ്വേജിനായിട്ട് മാത്രമുള്ളത് കൊണ്ട് തന്നെ ലാംഗ്വേജിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. പിന്നെ അവിടുത്തെ ഒരു എൻട്രൻസിന്, BA എൻട്രൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. BA എൻട്രൻസ് ആവുമ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റി ഉള്ളത് പോലെ തന്നെ നമ്മൾ 100 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, അതിലൊരു 25 ക്വസ്റ്റ്യൻസ് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 25 കറണ്ട് അഫയേഴ്സ്, 25 ഫ്രം ഇംഗ്ലീഷ് ഗ്രാമർ ആയിരിക്കും. അതുപോലെ 25 ഫ്രം ഡിഫറെന്റ് പാർട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അങ്ങനത്തെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സ്. ഇങ്ങനെ ആയിരിക്കും BA എൻട്രൻസ് വരിക. BA ഫോറിൻ ലാംഗ്വേജ് ആവുമ്പോൾ ഒന്നും കൂടി അവിടെയുള്ള കുറച്ച് ഫോറിൻ ലാംഗ്വേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള അവിടുത്തെ കറൻസി, അവിടുത്തെ ഇങ്ങനത്തെ ഓരോ പിന്നെ ഫോറിൻ കൺട്രീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുന്നത്. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടോ? ഏരിയയാണ് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എൻട്രൻസ് എക്സാമിന്? ഏത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാമോ? അറബിക്കിൽ ഏത് ഏരിയയാണ് കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ ലിറ്ററേച്ചർ തന്നെ. നിങ്ങൾ നെറ്റിന്റെ സിലബസ് എടുത്താൽ കാണാം നിങ്ങൾക്ക് ഓരോ ഇറ പറഞ്ഞിട്ടുള്ള ഒരുപാട് അസറുൽ ജാഹിലി, അസറുൽ അബ്ബാസി, അസറുൽ അമവി, അസറുൽ ഹദീസ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഏരിയകൾ നെറ്റിന്റെ സിലബസിൽ തന്നെ കാണാം. ആ ഒരു സിലബസ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ലിറ്ററേച്ചർ ആയിട്ടുള്ള ഓരോ ലാംഗ്വേജിനും അതിന്റെ സിലബസ് തന്നെ ഫോളോ ചെയ്താൽ മതി. അതെ, അവരുടെ നെറ്റിന്റെ സിലബസ് ഫോളോ ചെയ്താൽ തന്നെ ഏകദേശം നമ്മൾ ഡൺ ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ആവുമ്പോൾ തന്നെ നമുക്കറിയാം നോവൽ, ഷേക്സ്പിയർ, അങ്ങനത്തെ കുറച്ച് റിലേറ്റഡ് ആയിട്ട് ഇംഗ്ലീഷുമായി റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ എന്താണ് സിനോണിംസ്, അസോണിംസ്, ഇങ്ങനത്തെ കുറച്ച് സംഗതികൾ ഉണ്ടല്ലോ. ഇങ്ങനത്തെ അപ്പൊ എന്താവും, ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ഓരോന്നും അതിൻ്റെതായ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നോക്കേണ്ടി വരും. ഓക്കെ. MA ഇംഗ്ലീഷ് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്, അതിന്റെ ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുണ്ട്. അതുപോലെ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്, അപ്പൊ ഒന്നും കൂടിയും ലിംഗ്വിസ്റ്റിക്സുമായി റിലേറ്റഡ് ആയിട്ട്, ഫോണറ്റിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള പഠനമായിരിക്കും. പിന്നെ ELT ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. അപ്പൊ ഒന്നും കൂടി ടീച്ചിങ് ഓറിയന്റഡ് ആയിട്ടുള്ള വേ ഓഫ് ടീച്ചിങ് മെത്തേഡ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഇംഗ്ലീഷ് കഫ്തീരിയ എന്നുള്ളത്. ഈ കഫ്തീരിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എല്ലാ കോഴ്സിലും ഈ 2025 ഇൻടേക്ക് ഉള്ളത് കാരണം വളരെ കുറച്ച് പേർക്ക് അവിടെ എൻട്രൻസ് കിട്ടാറുള്ളൂ. കാരണം എല്ലാ വർഷവും ഇംഗ്ലീഷിന് മാത്രം ഒരു 8000-ന്റെ മേലെ അപ്ലിക്കൻസ് വരാറുണ്ട്. അപ്പൊ ആ കുട്ടികളൊക്കെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് കഫ്തീരിയ എന്നും കൂടിയും EFL യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശേഷം അതിൽ ഒരു 100 ഇൻടേക്ക് എല്ലാ ഇയറിലും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് പോയി പഠിക്കാം. നമുക്ക് അപ്പൊ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്കിലായിരിക്കും നിങ്ങളുടെ ഒരു ക്ലാസ് ഉള്ളത്. ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവുക ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിലായിരിക്കും, ഒരു വേൾഡ് ലിറ്ററേച്ചറിലായിരിക്കും ഒരു ക്ലാസ്. അങ്ങനെയാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഡിഫറൻസ് ഉള്ളത്.
പിന്നെ ഹോസ്റ്റൽ ഒരാൾ ചോദിച്ചു ഹോസ്റ്റൽ എങ്ങനെയാന്ന്. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ ഒരു അറിവിൽ ഞാൻ ഏകദേശം അലിഗഡ് യൂണിവേഴ്സിറ്റി, ഡൽഹി എല്ലാം കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഡൽഹി യൂണിവേഴ്സിറ്റി ആൻഡ് ജാമിയ മില്ലിയ, ഈ 2 യൂണിവേഴ്സിറ്റി അല്ലാത്ത എല്ലാ യൂണിവേഴ്സിറ്റിയിലും എൻട്രൻസ് കഴിഞ്ഞ് നമ്മള് റിസൾട്ട് വന്ന് നമ്മളെ പേരുണ്ടെങ്കിൽ നമ്മൾക്ക് ഹോസ്റ്റൽ ഉറപ്പാണ്. അപ്പൊ EFL യൂണിവേഴ്സിറ്റിയിലായാലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും JNUലായാലും അലിഗഡിലായാലും ബാക്കി JNUലെ ഇവിടെ യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലൊക്കെ എല്ലാവർക്കും ഹോസ്റ്റൽ ഫ്രീ ആയിട്ട് തന്നെ, അതായത് അവിടെ ആ ഒരു സബ്ജക്റ്റിൽ എൻറോൾ ആയിട്ടുണ്ടെങ്കിൽ, MA ഇംഗ്ലീഷിന് എൻറോൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അവിടെ റൂം ലഭിക്കും. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. പക്ഷേ ഈ DU അതുപോലെ ജാമിയ മില്ലിയയിൽ ഞാൻ കണ്ടെടുത്തോളം ഒരു ബാച്ചിൽ നിന്ന് ഒരു 5 or 10 സ്റ്റുഡൻസിന് മാത്രമേ അവിടെ മാർക്ക് ബേസ്ഡില് റൂം കിട്ടുന്ന ഒരു സ്ഥിതി വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്തോ. ഓക്കെ, അതെ ഞാൻ നമ്പർ തരാം. കോൺടാക്ട് നമ്പർ ചാറ്റിൽ തന്നിട്ടുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. പിന്നെ എനിവേ അംജദ്, താങ്ക് യു. ഇഫ്ലുവെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പല സംശയങ്ങളും എല്ലാ ഏരിയയിലും കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ പേഴ്സണലായിട്ട് ബന്ധപ്പെടും, പ്രശ്നമൊന്നുമില്ലല്ലോ. അതെ ഒരു കുഴപ്പമില്ല. പിന്നെ ഹാപ്പി ടു ഹെൽപ്പ് ഓൾവേസ്. അപ്പൊ എല്ലാവരോടും ഒന്ന് പറയാനുള്ളത് അവസാനമായിട്ട്, പിന്നെ നമുക്കറിയാം നമ്മുടെ വേൾഡിലെ ഏറ്റവും വലിയ റിയാലിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ പൗലോ കൊയ്ലോന്റെ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ആവശ്യം, ഇഫ് യു വാണ്ട് സംതിങ് ഇൻ യുവർ ലൈഫ്, അപ്പൊ എന്താവും, പിന്നെ ഈ ലോകത്തിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൂഢാലോചന ചെയ്യും, നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടി പ്രയത്നിക്കുക. നിങ്ങൾക്ക് EFL യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം, അപ്പൊ മറ്റുള്ളവർ പറയും അവിടെ 80 ആണ് കട്ട് ഓഫ് എന്നൊന്നുമല്ല. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ വാതായനങ്ങളും ഇവിടെ തുറക്കും. അപ്പൊ എപ്പോഴും അത് മനസ്സിലാക്കുക. ഏറ്റവും വലിയ റിയാലിറ്റി അതാണ് പൗലോ കൊയ്ലോ പറഞ്ഞത്. അതുപോലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം, ലൈ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞത് പൗലോ കൊയ്ലോ. നമ്മളെല്ലാം വിധിക്ക് വേണ്ടി പഴിക്കുക. എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ പിന്നെ നേടാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് നല്ല റിസൾട്ട് ഇല്ല, മാർക്കില്ല. നമ്മളെ BAയുടെ മാർക്കൊന്നല്ല ശരിക്ക് ഇതിന് ഒരു ഒക്കെ 55% നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ PG എൻട്രൻസ് എക്സാം എഴുതാം. അപ്പൊ ആ ഒരു വിധിയെ പഴിക്കാതെ നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുക, നേടിയെടുക്കുക എന്നാണ് ഇപ്പോ നിങ്ങളോടൊക്കെ പറയാനുള്ളത്. നല്ല ഒരു ഭാവി എല്ലാവർക്കും ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഹാഷിർ സഹീനെ വിളിക്കാം. ടിസിൽ MA സൈക്കോളജിയിൽ ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം. ഓക്കെ, ഓഡിയോ ക്ലിയർ ആണല്ലോ? അതെ. ഓക്കെ, വീഡിയോ ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കുന്നില്ല. ഓക്കെ. സ്ക്രീൻ ക്ലിയർ അല്ലേ? അതെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ടിസ് ഓറിയന്റേഷൻ. ആദ്യം ടിസിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ തന്നെ തുടങ്ങാം. ടിസ് ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ലൈക്ക് മറ്റു DU അല്ലെങ്കിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ പോലുള്ള, അല്ലെങ്കിൽ ഈവൻ JNU പോലുള്ള യൂണിവേഴ്സിറ്റീസ് നിന്ന് വ്യത്യസ്തമായി എന്താ പറയുക, ആസ് എ പ്രൈവറ്റ് എൻറ്റിറ്റി സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ ഗവൺമെൻറ്റായിട്ട് അലൈൻ ചെയ്ത് ഒരു ഡീംഡ് സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അണ്ടർ UGC Act 1956. അതുപോലെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ 1936 സർ ദൊറബ്ജി ടാറ്റ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്ന രീതിയിലാണ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ സോഷ്യൽ വർക്കിൽ ലൈക്ക് ഓൾഡസ്റ്റ് ആണ്. അതുപോലെ തന്നെ വൺ ഓഫ് ദ പ്രോമിനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഏഷ്യ എന്ന് വേണേൽ പറയാം ടിസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ മറ്റൊന്ന് ടിസിൻ്റെ എസ്പെഷ്യലി ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ്, ടിസിൽ ഓഫർ ചെയ്യുന്ന ഏരിയാസ് ഒന്ന് സോഷ്യൽ സയൻസ് ആണ്, മറ്റൊന്ന് സൈക്കോളജിയാണ്, പിന്നെ പബ്ലിക് പോളിസി, സോഷ്യൽ വർക്ക്, പബ്ലിക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, മീഡിയ തുടങ്ങിയ ഏരിയാസ് ആണ്. എസ്പെഷ്യലി ഒരു അപ്ലിക്കേഷൻ ആസ്പെക്റ്റിൽ നിൽക്കുന്ന ഏകദേശം എല്ലാ ഏരിയാസും ടിസ് കവർ ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, അതുപോലെ തന്നെ പബ്ലിക് പോളിസി റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സസ്. മെയിൻ ഫോക്കസ് കൊടുക്കുന്നത് മേ ബി സോഷ്യൽ വർക്ക് എന്ന് വേണേൽ പറയാം. മറ്റൊന്ന് ടിസിന് 4 ക്യാമ്പസസ് ആണുള്ളത്.
ഒന്ന് മുംബൈ ക്യാമ്പസ്, മറ്റൊന്ന് ഹൈദരാബാദ്, വേറൊന്ന് ഗുവാഹട്ടി ആസാമിൽ, പിന്നെ തുൽജാപൂർ. അതിൽ മുംബൈ ക്യാമ്പസ് ആണ് എന്താ പറയുക വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ക്യാമ്പസ്. മറ്റതൊക്കെ റീസെൻറ്റ് ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്ത ക്യാമ്പസസ് ആണ്. അതുപോലെ ഈവൻ ഡൽഹിയിലും ഡൽഹി NCRലും ഒരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ എന്തോ അവരുടെ എന്തോ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് കാരണം അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ടിസിൻ്റെ കോഴ്സസ് ആണ്. ടിസ് മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് BA, MA, PhD, MPhil ആൻഡ് PhD. MPhil ഇപ്പോൾ എടുത്തു കളഞ്ഞതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിലും തന്നെ ഏറ്റവും മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് MA, PhD കോഴ്സസ് ആണ്. BA ആകെ ഒരു കോഴ്സ് മാത്രമേ, 1-2 കോഴ്സസ് മാത്രമേ ടിസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതും ടിസിൻ്റെ മെയിൻ ക്യാമ്പസ് മുംബൈ ക്യാമ്പസിൽ BA കോഴ്സസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. മറ്റതൊന്ന് ഇതൊക്കെയാണ് ടിസിൻ്റെ പിക്ചേഴ്സ്. ഏകദേശം 21 സ്കൂൾസും അതുപോലെ തന്നെ 45 സെൻറ്റേഴ്സാണുള്ളത്. ജംഷെഡ്ഡി ടാറ്റ സ്കൂൾ ഓഫ് ഡിസാസ്റ്റർ സ്റ്റഡീസ്, സ്കൂൾ ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് ഹാബിറ്റേറ്റ് സ്റ്റഡീസ്, ഏകദേശം ഇങ്ങനെ 21 സ്കൂൾസ് ആണുള്ളത്. മറ്റൊന്ന് അബൌട്ട് ടിസ്. ഇത് എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഇപ്പോഴത്തെ ഒരു കോവിഡ് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു തുടങ്ങാമെന്ന് ടിസിനെ കുറിച്ച്. എൻ്റെ ഞാൻ UG ചെയ്തത് DUവിലാണ്. അതുപോലെ തന്നെ DU, ജാമിയ, JNUവിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം എത്രത്തോളം ഇൻക്ലൂസീവ് ആണ് നമ്മുടെ ക്യാമ്പസസ് എന്നുള്ളത് എന്താ പറയുക, ഈ ഒരു കോവിഡ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ കുറേ കണ്ടതാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പസിൽ എത്രത്തോളം എന്നുള്ളത്. അപ്പം ടിസിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഞാൻ കരുതുന്നത് ടിസ് കുറേം കൂടെ ഈ ഒരു കാര്യത്തിൽ കുറേം കൂടെ പ്രോ സ്റ്റുഡൻറ് സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. അതിന് ഉദാഹരണമായിട്ട് ടിസ് കോവിഡ് കോണ്ടെക്സ്റ്റിൽ സ്റ്റുഡൻസിന് ആവശ്യമുള്ള സ്റ്റുഡൻസിന് ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഈവൻ നെറ്റ് ക്ലാസ്സസ് കേൾക്കാൻ ഇൻ്റർനെറ്റ് പാക്കേജ് വേണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏകദേശം എല്ലാ സർവീസസും ടിസിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏകദേശം എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ലാപ്ടോപ്പ് പോലും ടിസിൻ്റെ ഇതിൽ നമ്മൾ അവർക്ക് മെയിൽ ചെയ്തു, അപ്പം അവർ പ്രൊവൈഡ് ചെയ്തതാണ്. മറ്റൊന്ന് ഫീ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് സബ്മിഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സ്റ്റെൻഡ്, ഈവൻ ഈ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ലാസ്റ്റ് വരെ ഇവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ സെക്കൻഡ് വേവ് വന്നതോടുകൂടെ ഫീ പേയ്മെൻറ്റ് ഓൾമോസ്റ്റ് May 15th, ഈ കഴിഞ്ഞ May 15th വരെ ഇവർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന് അറ്റൻഡൻസ് ആണ്. ഈ കോവിഡ് കോണ്ടെക്സ്റ്റിൽ ഇവർ ആദ്യം എത്രയോ 90യുടെ അടുത്ത് പെർസെൻറ്റേജ് അറ്റൻഡൻസ് നിർബന്ധമായിരുന്നു. പക്ഷേ കോവിഡ് കോണ്ടെക്സ്റ്റിൽ 50% അറ്റൻഡൻസ് മാത്രം മതി എന്നുള്ളൊരു ഡിഡക്ഷനും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ കുറേം കൂടെ എല്ലാവർക്കും അതിൻ്റെ പരിമിതി ഉണ്ട്. എന്നാലും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ടിസ് മറ്റു DU അല്ലെങ്കിൽ ജാമിയ, JNU ക്യാമ്പസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറേം കൂടെ പ്രോ സ്റ്റുഡൻറ് ആ ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റു ജനറൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ 24 hours ക്യാമ്പസ് ആണ്, ഓപ്പൺ ഫോർ ഓൾമോസ്റ്റ് 24 hours. അതുപോലെ ലൈബ്രറി 9 AM to 6 AM ആണ്, 24 hour അല്ല ലൈബ്രറി ഉള്ളത്. പക്ഷെ എക്സാം ടൈമിൽ അത് ഓപ്പൺ ആക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, ഈവൻ നൈറ്റ് വരെ. അതുപോലെ മറ്റു സർവീസസ്, ലാബ് ഫെസിലിറ്റി ഉണ്ട്, ഓൺലൈൻ റിസോഴ്സസ്. അതാണ് എനിക്ക് മറ്റൊരു ഈവൻ ഈ കോവിഡ് കോണ്ടെക്സ്റ്റിലും സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത്. നമുക്ക് ഓൾമോസ്റ്റ് വേൾഡിൽ തന്നെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഏകദേശം എല്ലാ ജേർണൽസ് ഉണ്ട്. സേജ് പബ്ലിക്കേഷൻസിൻ്റെ, ഓക്സ്ഫോർഡിൻ്റെ, അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ ഈവൻ സൈക്കോളജി എടുക്കുമ്പോൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ജേർണൽ, ഇതെല്ലാം ടിസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ഇവരുടെ എൻ്റെ മുകളിലുള്ള ഇത് കണ്ടില്ലേ, ടിസ് ലൈബ്രറി, ഇതിലൂടെ നമുക്ക് ലോഗിൻ ചെയ്താൽ, നമ്മുടെ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ ഏകദേശം അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം എല്ലാ സർവീസസും ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരും. അതുപോലെ തന്നെ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഓൺലൈൻ മോഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻ എ സെൻസ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായിരിക്കുന്നത്.
മറ്റൊന്നാണ് സേഫ് ക്യാമ്പസ്, സെക്യൂരിറ്റി, CCTV കാര്യങ്ങളൊക്കെ. ലൈക്ക് ഒന്നാമത് ഇതൊരു എന്താ പറയുക ക്ലോസ്ഡ് ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ കുറേം കൂടെ സേഫ് ആണ്. പിന്നെ സെക്യൂരിറ്റി 24 hours. നമ്മൾക്ക് അത് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നോ റാഗിങ് സോൺ ആണ്. അതുപോലെ DH എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഹാൾ ആണ്. ഡൈനിങ് ഹാൾ ലൈക്ക് ഫുഡിൻ്റെ അത് 4 times a day, ക്യാൻറ്റീൻ 8 AM to 9 PM. പിന്നെ മറ്റൊന്നാണ് മെഡിക്കൽ സെൻ്ററും കൗൺസിലിംഗ് സെൻ്ററും. കൗൺസിലിംഗ് സെൻ്റർ തന്നെ ആദ്യം സ്പെസിഫൈ ചെയ്യുക, എസ്പെഷ്യലി ഈ ഒരു കോവിഡ് കോണ്ടെക്സ്റ്റിൽ. നമുക്ക് അവിടെ സ്റ്റുഡൻസിന് സ്പെസിഫൈ ആയിട്ട് അവിടെ കൗൺസിലേഴ്സിനെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് 1-to-1 കൗൺസിലിങ്ങിന് അവർ കൗൺസിലേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈവൻ ഞാനും അത് അവൈൽ ചെയ്തിരുന്നു. അപ്പം നമുക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ള വേ, സൂമോ അല്ലെങ്കിൽ ഫോൺ കോളോ അതിലൂടെയൊക്കെ അത്തരം കൗൺസിലിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സെന്റർ, അതിൽ എനിക്ക് കൂട്ടി പറയാനുള്ളത് ടിസിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ്. അത് ഈവൻ ഈ കോവിഡ് കോണ്ടെക്സ്റ്റിലും നമുക്ക് ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ മുംബൈയിലെ ഹോസ്പിറ്റൽസ് മാത്രം പറ്റാത്തത് കൊണ്ട് ഓൾ ഇന്ത്യയിൽ ഇവരായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടുള്ള സ്റ്റാർ ഇൻഷുറൻസ് ആണെന്ന് തോന്നുന്നു. അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ അവരുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലായിടത്തും ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് അതിൻ്റെ ഒരു അക്കാദമിക് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ടിസിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ ഫാക്കൽറ്റീസും അവർ നിരന്തരമായി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുന്നതാണ്. ഇന്ത്യയിലെ എസ്പെഷ്യലി സൈക്കോളജിയുടെ ആസ്പെക്ട് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ പ്രോമിനൻ്റ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഡിങ് ആയിട്ടുള്ള ടെലിഫോണിക് കൗൺസിലിംഗ് സർവീസാണ് ഐക്കോള് ടിസിൻ്റെ ഇനിഷ്യേറ്റീവാണ്. ടിസിൻ്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ UNDP, യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമും അതുപോലെ തന്നെ മറുവാല ഇതുപോലെ തന്നെയാണ് മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റും. ടീച്ചേഴ്സ് വെറും ക്ലാസ്സോ അല്ലെങ്കിൽ എന്താ പറയുക ഈവൻ അത്ര എക്സ്റ്റെൻസീവ് അല്ലാത്ത റിസർച്ചിന് പകരം വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ളതും സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളതും റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഈവൻ സിലബസ് അതുപോലെ ടീച്ചിങ്സ് ഒക്കെ കുറേ അപ്ഡേറ്റഡ് ആണ്. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ റിയാലിറ്റി കുറേയും കൂടെ ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. മുംബൈയിലൊക്കെ ഒരു എന്താ പറയുക ഒരു ഏരിയ തന്നെ ടിസ് ഡെവലപ്മെന്റ് ആസ്പെക്റ്റിൽ ആ ഏരിയയുടെ ഡെവലപ്മെന്റ് ആസ്പെക്റ്റിനെ ഏറ്റെടുത്തിട്ട് അവിടെ ഒരുപാട് ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ഫീൽഡ് വർക്ക് എസ്പെഷ്യലി ഇപ്പം കോവിഡ് ആയതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യുകയാണ്. പക്ഷെ അല്ലാത്തപ്പോൾ ടിസ് തന്നെ ഓർഗനൈസേഷൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. പിന്നെ എക്സ്പോഷർ ടു സ്റ്റുഡൻസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി വേൾഡ്, ഒരുപാട് ഫോറിൻ സ്റ്റുഡൻസ് ടിസിലേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ എസ്പെഷ്യലി സോഷ്യൽ വർക്ക് അതുപോലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഏരിയയിലൊക്കെ ടിസിന് ഒരുപാട് ഫോറിൻ യൂണിവേഴ്സിറ്റീസായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പം അതും എക്സ്ചേഞ്ച് പ്രോഗ്രാംസിന് ഒരുപാട് യൂസ്ഫുൾ ആണ്. പിന്നെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, സിലബസ് ടു ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി. അതായത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിസിൻ്റെ ഫാക്കൽറ്റീസിൻ്റെയും കൂടെ ഒരു ഇതാണ്. ലൈക്ക് ഇവർ നിരന്തരം അവരുടെ റിസർച്ച് വർക്കിലൂടെ സൊസൈറ്റി ആയിട്ട് ഇടപെടുന്നതിലൂടെ ഉള്ളൊരു പ്ലസ് പോയിന്റ്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, പിന്നെ റിസർച്ച് ഓറിയൻറ്റഡ് അപ്രോച്ച്, സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, പിന്നെ ഫൗണ്ടേഷൻ കോഴ്സസ് CBSE എലക്റ്റീവ്. ഇതാണ് ഫൗണ്ടേഷൻ കോഴ്സാണ് എസ്പെഷ്യലി ഫസ്റ്റ് ഇയറിലൊക്കെ ടിസിനെ അട്രാക്ട് ചെയ്യുന്നത്. അതിൽ വേൾഡ് ലൈക്ക് ഇന്ത്യയിൽ തന്നെ റിനോൺഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് 2 ഫൗണ്ടേഷൻ കോഴ്സസ് ആണുള്ളത്. ഒന്ന് ഐഡിയ ഓഫ് ഇന്ത്യയിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ സോഷ്യൽ എക്കണോമിക് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ കവർ ചെയ്യുന്ന ഒരു സിലബസ് ആണുള്ളത്. ഇന്ത്യയുടെ അർബൻ ഇഷ്യൂസ്, റൂറൽ ഇഷ്യൂസ് അതുപോലെ മറ്റു ഏകദേശം എല്ലാം കവർ ചെയ്യുന്നൊരു പേപ്പറാണ് ഫൗണ്ടേഷനിലെ ഐഡിയ ഓഫ് ഇന്ത്യ. മറ്റൊന്ന് ഇന്ത്യാസ് എക്കണോമിക് ഡെവലപ്മെന്റ്, അതിൽ ഇന്ത്യയുടെ എക്കണോമിക് ആയിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ഇത്
അത് എന്താ പറയുക, ഇത് ടിസിൻ്റെ തന്നെ ഒരു വൺ ഓഫ് ദ അട്രാക്റ്റീവ് കോഴ്സസ് ആണ് ഈ ഫൗണ്ടേഷൻ കോഴ്സസ്. മറ്റൊന്ന് CBCS, പിന്നെ എലക്റ്റീവ്. ഇത് CBCS ടിസിൻ്റെ മറ്റു കോഴ്സസുമായി മറ്റു സ്കൂൾസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട്, ഇപ്പം ഞാൻ സൈക്കോളജി ആണെങ്കിൽ എനിക്ക് അവിടെ ലൈബ്രറി സയൻസിലുള്ള കോഴ്സസ് പഠിക്കാം. അത് നമ്മുടെ ഡിയിലുള്ള അതേ ഒരു സിസ്റ്റം തന്നെയാണ്. അതുപോലെ തന്നെയാണ് എലക്റ്റീവ്. മറ്റൊന്ന് ഇതൊക്കെയാണ് ടിസ് പിക്ചേഴ്സ്. പിന്നെ തിങ്സ് ടു റിമെമ്പർ, ഇത് നമ്മുടെ അപ്ലിക്കേഷൻ ടൈമിൽ നോക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം തേർഡ് ഇയർ ചെയ്യുന്നവർക്ക് അപ്ലിക്കേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ അടുത്ത വർഷം ചെയ്യേണ്ട, ലൈക്ക് ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സിനാണ് ഇത് കുറേം കൂടെ എഫക്റ്റീവായിട്ട് നോക്കുക. അതിൽ സാധാരണ സിഗ്നേച്ചർ വേണം, അതുപോലെ ഫോട്ടോഗ്രാഫ്, ടിസ് കോപ്പി ഓഫ് ചലാൻ, അതായത് നമ്മുടെ പേയ്മെൻറ്റ്. അതുപോലെ SC ST സ്റ്റുഡൻസിനാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പിന്നെ OBC സ്റ്റുഡൻസിനാണെങ്കിൽ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്. അതുപോലെ PWD സ്റ്റുഡൻസിന് PWD സർട്ടിഫിക്കറ്റ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. മറ്റൊന്ന് അപ്ലിക്കേഷൻ ഫീ. മറ്റൊരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. കമ്പാരിറ്റീവ്ലി DU, ജാമിയ, അതുപോലെ തന്നെ JNU, അലിഗഡ്, ഈവൻ ഇഫ്ലു പോലെ കമ്പയർ ചെയ്യുമ്പം ടിസ് ഇസ് ആൻ എക്സ്പെൻസീവ് യൂണിവേഴ്സിറ്റി. കമ്പാരിറ്റീവ്ലി മാത്രം കേട്ടോ. ടിസിന് അത്യാവശ്യം നല്ല രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. അതുപോലെ തന്നെ കോഴ്സ് ഫീ അത്യാവശ്യം നല്ല കോഴ്സ് ഫീ ഉണ്ട്. പിന്നെ ഈവൻ ഹോസ്റ്റൽ ഫീയും അത്യാവശ്യം കമ്പാരിറ്റീവ്ലി നല്ല ഹോസ്റ്റൽ ഫീ ഉണ്ട്. നല്ല എന്ന് പറയും കമ്പാരിറ്റീവ്ലി എന്ന് പറയുമ്പോൾ സൈക്കോളജി കോഴ്സ് എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അറൗണ്ട് 40,000 ആണ് സൈക്കോളജി കോഴ്സ് ഫീ. പിന്നെ സെക്കൻഡ് സെം അറൗണ്ട് 30,000. അത് കഴിഞ്ഞാൽ തേർഡ് സെമ്മിലും അറൗണ്ട് 30, ഫോർത്ത് സെമ്മിലും അറൗണ്ട് 30. ഏകദേശം സെയിം സ്ട്രക്ചറാണ് മറ്റു കോഴ്സസിനും ഉള്ളത്. സോഷ്യൽ വർക്ക് കോഴ്സസ് അതുപോലെ ചിലതിന് കൂടാൻ സാധ്യതയുണ്ട്. അതായത് ഫീൽഡ് വർക്ക് കൂടുതൽ വേണ്ട കോഴ്സസിന് കൂടാൻ സാധ്യതയുണ്ട്. ഫീൽഡ് വർക്ക് അതിനെ കമ്പയർ ചെയ്തിട്ടാണ്. പിന്നെ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ 40-30 ആയിട്ടുള്ള റേഞ്ചാണ്. അതിൽ തന്നെ ഇപ്പം അപ്ലിക്കേഷൻ ഫീ എടുക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തിന് ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1030, 2 പ്രോഗ്രാമിനാണെങ്കിൽ 2030, 3 പ്രോഗ്രാമിനാണെങ്കിൽ 3090. മാക്സിമം നമുക്ക് ടിസിൻ്റെ 4 ക്യാമ്പസസിലായിട്ട് 3 പ്രോഗ്രാമിനെ അപ്ലൈ ചെയ്യാൻ കഴിയൂ. അതും 2 ക്യാമ്പസിൽ 3 പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ OBC അറൗണ്ട് 2 lakh, അതായത് OBCയിൽ ഇൻകം എനിക്കൊന്നു 3 or 1 lakhന് താഴെയാണെങ്കിൽ 260 ആണ്. അതുപോലെ SC ST അവർക്കും 260 ആണ് ഒരു പ്രോഗ്രാം. മറ്റത് 520, 3 പ്രോഗ്രാം ആണെങ്കിൽ 780. ബാക്കിയെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഇനി അടുത്തത് എൻട്രൻസ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ടിസ് ബാറ്റ് ആണ്. BA എനിക്കിവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ടിസ് BAയിൽ ആകെ ഒരു കോഴ്സാണുള്ളത്, സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള. അതിന് സെപ്പറേറ്റ് ടിസ് ബാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രൻസ് ആണ്. ഇനി MA സ്പെസിഫൈ ചെയ്തിട്ട് പറയാം. MA 3 ലെവൽ ആയിട്ടാണ് ടിസ് എൻട്രൻസ് ഉള്ളത്. ആദ്യത്തെ ലെവൽ ടിസ് നെറ്റ് ആണ്. ഈ ടിസ് നെറ്റ് കോമൺ എക്സാം ആണ്. നിങ്ങൾ MA സൈക്കോളജി ആണെങ്കിലും MA സോഷ്യൽ വർക്ക് ആണെങ്കിലും MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും ടിസ് നെറ്റ് ഒരു കോമൺ എക്സാം ആണ്. ടിസ് നെറ്റിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ജനറൽ അവയർനെസ്, GK, ഏകദേശം അതുപോലെ അരിത്തമെറ്റിക് എബിലിറ്റി, ഏകദേശം ഈ ഏരിയാസ് ആണ് ടിസ് നെറ്റിൽ കവർ ചെയ്യുന്നത്. ടിസ് നെറ്റിൽ നിങ്ങളുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട്, ഇപ്പം സൈക്കോളജി ആണെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനും വരില്ല. പകരം ജനറൽ ആയിട്ടുള്ള അവയർനെസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ടിസ് നെറ്റിൽ വരൂ. അടുത്തത് ടിസ് നെറ്റിൽ ആരൊക്കെയാണ് ക്ലിയർ ചെയ്യുന്നത്? ടിസ് നെറ്റിൽ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും.
ഒരു ഉദാഹരണത്തിന് സൈക്കോളജി പറയുകയാണെങ്കിൽ ഞാൻ എൻട്രൻസ് എഴുതിയിരുന്ന ടൈമിൽ സൈക്കോളജിയിൽ ജനറൽ വിഭാഗത്തിന് ഓൾമോസ്റ്റ് 54 ആയിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. 100 മാർക്കിൻ്റെ എക്സാമാണ് ടിസ്നെറ്റ്. അതിൽ 54 മാർക്കുള്ളവർക്ക് ജനറൽ കാറ്റഗറിയിൽ ഇത് സെലക്ട് ആയിട്ടുണ്ട്. OBC എനിക്ക് തോന്നുന്നു 40 ആണെന്ന്. SC/ST എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ടിസ്നെറ്റിൽ നിന്ന് ഇവർ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ടിസ്പാറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അതായത് നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നടത്തുന്നതാണ് ടിസ്പാറ്റ്. ഇത് ഓരോ കോഴ്സിനും ഓരോ സ്കൂളിനും ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ മോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൈക്കോളജിയിൽ ഇവർ പറഞ്ഞത് നമുക്ക് 9 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ 1 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും മറ്റത് ലൈക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ രീതിയിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ്. അത് ബേസിക്കലി സൈക്കോളജിയുടെ കാര്യത്തിൽ സൈക്കോളജിയുടെ ബേസിക് കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള പെർസെപ്ഷൻ, അതുപോലെ ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജനറൽ ആസ്പെക്റ്റും കൂടെ കവർ ചെയ്യുന്ന രീതിയിലൊരു ജനറൽ ടോപ്പിക് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓരോ കോഴ്സിനൊപ്പം അത് സെപ്പറേറ്റ് ആയിരിക്കും. അത് ടിസിൻ്റെ വെബ്സൈറ്റിൽ സന്ദർശിക്കേണ്ടതാണ്. പിന്നെ അതിനുശേഷം ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ട്. ഓൺലൈൻ ഇൻ്റർവ്യൂ നമ്മുടെ ഓരോ കോഴ്സിന് നിങ്ങൾ ഏത് കോഴ്സാണോ സെലക്ട് ആയിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും. ഇതിൽ ടിസ്നെറ്റ് ക്ലിയർ ആക്കുന്നവരെല്ലാവരെയും ടിസ്പാറ്റിനും ഓൺലൈൻ ഇൻ്റർവ്യൂക്കും സെലക്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ലാസ്റ്റ് മൊത്തം റിസൾട്ട് നോക്കിയിട്ട് ടിസ്നെറ്റിൻ്റെ 30%, ടിസ്മാറ്റിൻ്റെ അല്ലെങ്കിൽ ടിസ്പാറ്റിൻ്റെ 40%, ഇൻ്റർവ്യൂയുടെ 30%. ഇതിൽ ഞാൻ ടിസ്മാറ്റ് പറയാൻ വിട്ടുപോയി. ടിസ്മാറ്റ് HRM അല്ലെങ്കിൽ എല്ലാ കോഴ്സസിനുള്ളത്, അതായത് മാനേജ്മെന്റ് കോഴ്സസ് എന്ന് വേണേൽ ഒരു ബേസിക് ആയിട്ട് പറയാം. അതിനുള്ളതാണ് ടിസ്മാറ്റ്. മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണത്. അടുത്തത് ടൈം. ഓക്കെ, കട്ട് ഓഫ്. ഇത് ടിസ്നെറ്റിന്റെ ചെറിയൊരു ഇതാണ്. ഇതിൽ 40 മാർക്ക് അല്ലെങ്കിൽ 35% ജനറൽ അവയർനെസ്സിന് വേണം. മറ്റതൊന്നും കട്ട് ഓഫ് ആയിട്ടില്ല. അപ്പം ടിസ്നെറ്റിൽ ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസിന് മൊത്തത്തിൽ 14 മാർക്ക് അല്ലെങ്കിൽ 35% മിനിമം സ്കോർ ചെയ്താലേ ടിസ്നെറ്റ് ക്ലിയർ ആകൂ. ബാക്കിയുള്ളത് ജനറൽ ആയിട്ടുള്ള കട്ട് ഓഫിലും കടന്നു പോകും. ഇതാണ് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ സിലബസ്. മറ്റൊന്ന് ടിസ്പാറ്റ്, അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതാണ്. അത് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ടിസ്മാറ്റിൻ്റെതും HRM ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇതും ആക്ച്വലി ഓക്കെ. ഇനി മെൻഷൻ ചെയ്യാനുള്ളത് ടിസിൻ്റെ വെബ്സൈറ്റ് എന്നുള്ളത് വളരെ അപ്ഡേറ്റഡും അതുപോലെ തന്നെ നമ്മളിപ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് സെന്റൻസ് രൂപത്തിൽ തന്നെ എഴുതിയിട്ടുള്ള അപ്ഡേറ്റഡ് അതുപോലെ തന്നെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ടിസിൻ്റേത്. അപ്പം ഒരു ടിസിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ടിസിൻ്റെ വെബ്സൈറ്റ് നിർബന്ധമായിട്ടും സന്ദർശിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് ഏതാണോ ആ കോഴ്സിൻ്റെ ആ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ഇത് വായിച്ച് നോക്കിയിട്ട് സിലബസും അതിൻ്റെ കോഴ്സ് ഫീ അടക്കം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടിസിൻ്റെ വെബ്സൈറ്റ്. അതുകൊണ്ട് ടിസിൽ അഡ്മിഷൻ എടുക്കുന്നവർ നിർബന്ധമായിട്ടും ടിസിൻ്റെ വെബ്സൈറ്റ് പോയി സന്ദർശിച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിക്കുക തന്നെ വേണം. ഇനി അടുത്ത ഫീ ആൻഡ് സ്കോളർഷിപ്പ്. ഫീ ഞാൻ പറഞ്ഞു, അത്യാവശ്യം നല്ല ഫീ ഉണ്ട്. അതേസമയം തന്നെ നല്ല സ്കോളർഷിപ്പും ടിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റി അത്യാവശ്യം ഓൾമോസ്റ്റ് അറൗണ്ട് 30,000 ആണ് ഹോസ്റ്റലിന് പെർ മന്ത് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. പിന്നെ ഫൈനാൻഷ്യൽ എയ്ഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട്. എയ്ഡിൻ്റെ കാര്യത്തിൽ ടിസ് തന്നെ ഒരു ഫൈനാൻഷ്യൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടിസ് ഫൈനാൻഷ്യൽ എയ്ഡ് അത് അവർ ആദ്യം അപ്ലിക്കേഷൻ വിളിക്കും, പിന്നെ ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് കൊടുക്കുന്നത്. അത് ഇപ്പം 30,000 ആണ് നിങ്ങളുടെ ഫീ എങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 20,000 നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടും. ഒരു 10,000 പേയ്മെന്റ് ചെയ്താൽ മതി.
അതുപോലെ ലാപ്ടോപ്പ് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ടിസ് ലാപ്ടോപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ മെയിൽ ദം ആൻഡ് ദേ വിൽ പ്രൊവൈഡ് യു. ഇതിൽ ടിസ് സ്റ്റുഡൻറ് എയ്ഡ് പലപ്പോഴും പലർക്കും കിട്ടിയതായിട്ട് കാണുന്നില്ല. ലൈക്ക് അത് ടിസിൻ്റെ മേ ബി ഫൈനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കും. അത് കുറേ കൂടെ സെലക്റ്റീവ് ആയിട്ടാണ് അവർ സെലക്റ്റീവ് ഇൻ ദ സെൻസ് നന്നായി സ്ക്രൂട്ടിനൈസ് ചെയ്ത് എലിജിബിൾ ആയവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുപോലെ ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്, ടോപ്സ് ക്ലാസ്, അതുപോലെ മറ്റു ഇന്ദിരാഗാന്ധി സെൻട്രൽ സെക്ടർ, ഇത് എല്ലാം മറ്റുള്ളവർക്ക് കിട്ടുന്ന പോലെ തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. ഇതാണ് പ്രൈവറ്റ് ഫണ്ടഡ് സ്കോളർഷിപ്പാണ് കുറച്ചും കൂടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇതിൽ HPCL സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് അറൗണ്ട് 10,000 ആണ്. അപ്പം നിങ്ങൾക്ക് ടിസ്മെയിലിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വരും, ടിസ് നിങ്ങളെ നോട്ടിഫൈ ചെയ്യും HPCL സ്കോളർഷിപ്പിന്. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ മറ്റൊന്നാണ് PM ഫൗണ്ടേഷൻ. PM ഫൗണ്ടേഷൻ നമ്മൾ ലൈക്ക് PM ഫൗണ്ടേഷൻ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ആണ്, അവർ ടിസ്സായിട്ട് കൊളാബറേറ്റഡ് അല്ല. പക്ഷേ ടിസ്സിൻ്റെ PM ഫൗണ്ടേഷൻ ടിസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് PM ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. പിന്നെ മറ്റൊന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ് അല്ലാന ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ്. ഇത് ടിസ്സുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അല്ലാന ഫൗണ്ടേഷൻ അവരുടെ CSR ഫണ്ടിൽ നിന്ന് എസ്പെഷ്യലി ഇത് മുസ്ലിം സ്റ്റുഡൻസിനാണ്, ടിസ്സിൽ പഠിക്കുന്ന മുസ്ലിം സ്റ്റുഡൻസിന്. അവർക്ക് അതിൻ്റെ ക്രൈറ്റീരിയ 6 lakh ആണ് ഇൻകം, അതിൽ താഴെയാവണം. അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ ഫീ, അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആകണം. ഇത്തരം സ്റ്റുഡൻസിനാണ് അല്ലാന ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പിൽ. ഈ BPCLലും നമ്മുടെ ടിസ്മെയിലിൽ നോട്ടിഫൈ ചെയ്യുന്നതാണ്. പിന്നെ എഡ്യൂക്കേഷണൽ ലോണും പ്രൊവൈഡ് ചെയ്യും. പ്രൈവറ്റ് ഫണ്ടിങ് ഏകദേശം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഏകദേശം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ സെക്ഷനിൽ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ചാറ്റ് ബോക്സിലേക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എൻ്റെ സൈറ്റ് ഇതൊന്ന് ഹാങ് ആയിട്ടുണ്ട്. ഓക്കെ, ചാറ്റ് ബോക്സ് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ലൈക്ക് ഇത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യാസീന നീ ഒന്ന് പറ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, MA എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? MA എക്കണോമിക്സ് ഡയറക്റ്റ് കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല, പകരം ഡെവലപ്മെന്റ് സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. ഡയറക്റ്റ് MA എക്കണോമിക്സ് എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ടിസ് കുറേയും കൂടെ എന്താ പറയുക, കുറേയും കൂടെ അപ്ലിക്കേഷൻ ലെവലിൽ വർക്ക് ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ഡെവലപ്മെന്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ പബ്ലിക് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസാണ് ടിസ് കുറേയും കൂടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, HRMന് ടിസ് നെറ്റ് ആണോ അതോ ടിസ് മാറ്റ് ആണോ? HRMന് ലൈക്ക് ടിസ് നെറ്റ് എല്ലാവർക്കും ഉള്ള കോഴ്സ് എൻട്രൻസ് എക്സാം ആണ്. ഫസ്റ്റ് ലെവലാണ് ടിസ് നെറ്റ്. ഈ ടിസ് നെറ്റ് ക്ലിയർ ആകുന്നവരെ HRM കോഴ്സസിന് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് ടിസ് മാറ്റ് ആണ്. അവിടെ കൺഫ്യൂഷൻ വരാൻ കാരണം ടിസ് നെറ്റ് എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ടിസ് പാറ്റ് ഓർ ടിസ് മാറ്റ് ആണ്. അതിൽ HRM കോഴ്സസിന് ടിസ് മാറ്റ് ആണ്, മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മറ്റു കോഴ്സുകൾക്ക് ടിസ് പാറ്റും ആണ്. അത് ഡിഫറൻസ് ഉള്ളത് ഈ ടിസ് മാറ്റിൽ കുറേയും കൂടെ എന്താ പറയുക, കുറേയും കൂടെ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതാണ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടില്ല. അവിടെ MA ഇന്റർനാഷണൽ റിലേഷൻ ഉണ്ടോ? എങ്ങനെ MA ഇന്റർനാഷണൽ റിലേഷൻ ഉണ്ടോ? ഇല്ല, MA ഇന്റർനാഷണൽ റിലേഷൻ ഇല്ല. ഓക്കെ, മാറ്റിന്റെ സിലബസ് എന്താണ്? 1 മിനിറ്റ്, ഞാൻ മാറ്റിന്റെ സിലബസ് ആശ്ര ഞാൻ ആഡ് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ. മാറ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മളിപ്പം എന്താ പറയുക, MBA നമ്മൾ കാറ്റ് എക്സാമിന്റെ സെയിം സിലബസ് തന്നെയാണ് ഏകദേശം വരുന്നത്.
അപ്പം കാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ടിസ്മാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് സിലബസ് വേണമെന്നുണ്ടെങ്കിൽ ടിസിൻ്റെ സൈറ്റിൽ കയറിയാൽ അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടിസ്മാറ്റിൻ്റെ സിലബസ് എന്താണെന്നുള്ളത്. ഏകദേശം വരുന്നത് കാറ്റിൻ്റെ അതേ സിലബസ് തന്നെയാണ്. ഹൗ ടു പ്രിപ്പയർ സിസ്ബാറ്റ്? ടിസ്ബാറ്റ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ടിസ്ബാറ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ ടിസ്നെറ്റ് പോലെ തന്നെ ജനറൽ നോളജ്, പിന്നെ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് പോലത്തെ കാര്യങ്ങൾ വന്നിട്ടുള്ള ടിസ്ബാറ്റ്. പിന്നെ അതിൻ്റെ സെക്കൻഡ് റൗണ്ട് ആയിട്ട് വരുന്നത് ഒരു എക്സേ ടൈപ്പ്. ഇപ്പോൾ നമ്മൾ പാറ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു എസ്സേ ടൈപ്പ് എക്സാമിനേഷൻ ഉണ്ടാവും. നമ്മൾ 2 ക്വസ്റ്റ്യൻ തന്നിട്ട് ആ എക്സേ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുക, പിന്നെ ഒരു ഇൻ്റർവ്യൂ. അതാണ് ടിസ്ബാറ്റിൻ്റെ മൊത്തമായിട്ടുള്ളൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ടിസിലുള്ള പ്ലേസ്മെന്റിനെ കുറിച്ച് പറയാം. അത് ജിഷ്ണേട്ടൻ പറയോ? ഞാൻ പറയാം. പ്ലേസ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് നല്ല ഡിപ്പെൻഡ് ആയിരുന്നു. കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സെക്ടറിലൊക്കെ അത്യാവശ്യം നല്ല ക്രൈസിസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ സീനിയേഴ്സ് ലൈക്ക് പ്ലേസ്മെന്റ് കിട്ടാതെ ഒരുപാട് ഇപ്പോഴും കിട്ടാത്തവരുണ്ട്. അപ്പം ഇപ്പം വീണ്ടും ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ ഈ പ്രാവശ്യം വീണ്ടും ഒരു സോഷ്യൽ സെക്ടറിലൊക്കെ ഒന്നുകൂടെ ജോബ് റൈസ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം പ്ലേസ്മെന്റ് 100% ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം എന്താണ് പറയുള്ളത് വെച്ചാൽ നമ്മളെ കപ്പാസിറ്റി കാലിബർക്ക് അനുസരിച്ചാണ്. ടിസ് ആണ്, അല്ലെങ്കിൽ IIM ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും നമുക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടും, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ 100% പ്ലേസ്മെന്റ് ഒരിക്കലും എൻഷുർ ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് കോഴ്സിനെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ അവസാനിപ്പിക്കാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ താങ്ക് യു ഹാഷിർക്ക, വിഷ്ണുവേട്ട. എല്ലാ ഏരിയയും കവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ്. അടുത്തതായിട്ട് നമുക്ക് വിഷ്ണു പ്രസാദ്, JNU PhD സ്കോളർ, സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ്. വെൽക്കം. താങ്ക് യു സോ മച്ച് യാസിൻ. ആദ്യമായിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ജനറൽ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ പലരായിട്ട് ഷെയർ ചെയ്തു. ഞാനിപ്പോൾ JNUവിനെ എക്സ്ക്ലൂസീവ് ആയിട്ട് JNUവിന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. JNU നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് JNU. 1967 ഇന്ത്യയിലെ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന പ്രധാന അജണ്ട ഉൾപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ്, ഒരു യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിലുള്ള അതിന്റെ ഉദ്ദേശങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ അടുത്ത കാലം വരെ യൂണിവേഴ്സിറ്റി പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. JNUവിൽ പ്രധാനമായിട്ടും 20ഓളം സ്കൂളുകളാണുള്ളത്. സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജുകൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ ഓഫ് ലാംഗ്വേജസ്, അതേപോലെ ആർട്സ് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് സോഷ്യൽ സയൻസ് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ റിലേഷൻസ്, അതേപോലെ ഏരിയ സ്റ്റഡീസ് എന്നുള്ള മേഖലകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ്, പിന്നെ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തെറ്റിക്സ്, പിന്നെ സയൻസ് സ്കൂളുകളായിട്ടുള്ള എൻവയോൺമെന്റൽ സയൻസും ലൈഫ് സയൻസും ഫിസിക്കൽ സയൻസ്, നാനോ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലുള്ള സയൻസ് മേഖലകളിലുള്ള കോഴ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ സ്കൂളുകളാണ്. ഏതാണ്ട് 20ഓളം സ്കൂളുകളിലായിട്ട് 200ഓളം കോഴ്സുകൾ JNU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ JNUവിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് അവിടെ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അക്കാദമിക്സ് തന്നെയാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റികളിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിനെ വളരെ വലിയ രീതിയിൽ പ്രശംസിക്കുന്ന, വളരെ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു അക്കാദമിക് കൾച്ചറാണ് JNUവിൽ നിലവിലുള്ളത്. നിങ്ങൾ സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു പേപ്പർ എടുക്കാനോ അല്ലെങ്കിൽ അവിടെയുള്ള പേപ്പർ അറ്റൻഡ് ചെയ്യാനോ ഒക്കെ ഉള്ള വളരെ തുറന്ന സ്വാതന്ത്ര്യമുള്ള ഒരു ക്യാമ്പസാണ് JNU ക്യാമ്പസ്. നമ്മൾ പത്രങ്ങളിലും അല്ലെങ്കിൽ അക്കാദമിക് ആർട്ടിക്കിൾസിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് വലിയ അക്കാദമിക്സിലെ വലിയ വലിയ പേരുകൾ നമ്മുടെ മുമ്പിൽ ഇരുന്ന് നമുക്ക് ക്ലാസ്സുകൾ പറഞ്ഞു തരുമ്പോൾ അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് തന്നെ വേറെ തന്നെയാണ് JNUവിൽ. ഇപ്പോ അതിപ്പോ ആയിഷ കിദ്വായി ആണെങ്കിലും അഭിജിത് പാഠക് ആണെങ്കിലും ഇന്റർനാഷണൽ സ്റ്റഡീസിലെ
ഹാപ്പി മോൻ ജേക്കബ് ആണെങ്കിലും നിവേദിത മേനൻ ആണെങ്കിലും ഇവരൊക്കെ നമുക്ക് ജയതി ഘോഷിനെ പോലെയുള്ള പ്രൊഫസർ നമ്മൾ പലപ്പോഴും ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിനും മാത്രമേ ഇവർ ആർട്ടിക്കിൾ എഴുതുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇത്തരത്തില് വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള അക്കാദമീഷ്യൻസ് നമ്മുടെ മുമ്പിൽ വന്ന് ക്ലാസ് എടുക്കുകയും അവരുടെ ക്ലാസ്സിൽ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു അവസരം തരികയും നമ്മൾ വേറെ ഒരു സെന്ററിൽ പഠിക്കുന്ന സമയത്ത് പോലും ബാക്കി സെന്ററുകളിലെ ക്ലാസ്സുകൾ ഓഡിറ്റ് ചെയ്യുകയും ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനൊക്കെ പറ്റുന്ന വളരെ തുറന്നൊരു അക്കാദമിക് വാതായനമാണ് JNU നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിടാൻ പോകുന്നത്. JNU എൻട്രൻസ് അടിസ്ഥാനത്തിലാണ് മാസ്റ്റേഴ്സ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാറുള്ളത്. പ്രധാനമായിട്ടും ഒരു എൻട്രൻസ് ആണ് JNUവിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള JNU എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള JNUEE എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമിനേഷന്റെ ബേസിസിലാണ് എടുക്കാറുള്ളത്. ഇപ്പോ 2-3 വർഷമായിട്ട് ഇപ്പൊ ഒബ്ജക്റ്റീവ് എക്സാംസ് ആണ് നടക്കുന്നത്. ഒബ്ജക്റ്റീവ് ഫോമാറ്റിലുള്ള എക്സാംസ് ആണ് നടക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നെറ്റിനുള്ള സിലബസും നെറ്റിനുള്ള എക്സാം രീതികളിലും പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യമാവുക. കാരണം NTA തന്നെയാണ് നെറ്റ് എക്സാം നടത്തുന്നത്, അതേപോലെ JNUവിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നെറ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും JNU എൻട്രൻസിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പൊ 2-3 വർഷത്തെ നെറ്റ് പേപ്പറും സിലബസും ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ എളുപ്പമായി മാറാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാച്ചിലേഴ്സും നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ സബ്ജക്റ്റിന്റെ ആ സിലബസും പഠിക്കാവുന്നതാണ്. പിന്നെ JNUവിൽ എടുത്തു പറയേണ്ട മറ്റൊരു സൗകര്യം JNUവിന്റെ ലൈബ്രറിയാണ്. ഇപ്പോൾ JSTOR ആയാലും അതുപോലെയുള്ള ഒരുപാട് ഓൺലൈൻ ജേർണലുകളിലേക്കൊക്കെ ഓൺലൈൻ റെപ്പോസിറ്ററികളിലേക്കൊക്കെ ആക്സസ് തരുന്ന ഒരു വലിയൊരു ലൈബ്രറിയാണ് JNUവിലുള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണം പറഞ്ഞ ലൈബ്രറികളിൽ ഒന്നാണ് JNUവിന്റെ ലൈബ്രറി. അക്കാദമിക് കൾച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ JNUവിലെ സ്റ്റുഡൻസ്, ഫോറിൻ സ്റ്റുഡൻസ് ഉണ്ട്, അതേപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു വലിയൊരു സാഹചര്യവും വലിയൊരു അവസരവുമാണ് JNU നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നിടുന്നത്. ഫോറിൻ സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസുമായിട്ടും അക്കാദമിഷ്യൻസ് ആയിട്ടും നിങ്ങൾക്ക് ഇടപഴകാനും നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഒന്നിച്ച് റിസർച്ച് പേപ്പറുകൾ എഴുതാനുള്ള ഒക്കെ അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് JNU. JNUവിന് പിന്നെ ഒരുപാട് ഫോറിൻ യൂണിവേഴ്സിറ്റികളിലായിട്ട് ടൈപ്പ് ഉണ്ട്. ജർമ്മനിയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളായിട്ട് ജർമ്മനിയിലെ വിശിഷ്യ ജർമ്മനിയായിട്ട് വളരെ നല്ലൊരു ബന്ധമാണ് JNU കാത്തു സൂക്ഷിക്കുന്നത്. അപ്പൊ കുറച്ചു നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ലാംഗ്വേജ് കോഴ്സുകൾക്ക് സ്കൂൾ ഓഫ് ലാംഗ്വേജസ്, ഇപ്പൊ നമുക്ക് ഫോറിൻ ലാംഗ്വേജസ് ആയിട്ടുള്ള കൊറിയൻ, ജാപ്പനീസ്, ജർമ്മൻ, റഷ്യൻ, മാൻഡറിൻ അങ്ങനെയുള്ള ഒരുപാട് ഫോറിൻ ലാംഗ്വേജസിനുള്ള പ്രത്യേകമായിട്ടുള്ള സെന്ററുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള കോഴ്സുകൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് JNU. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് ക്ലാസ് എടുക്കുന്ന കോഴ്സുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അംബീഷൻസോട് കൂടി നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് JNU. പിന്നെ അതിന്റെ കൂടെ പറയാനുള്ളത് JNUവിലെ ലിവിങ് എക്സ്പെൻസ്. ഇപ്പൊ ഡൽഹിയിൽ നിങ്ങളിപ്പോ ഒരുവിധം ആളുകളൊക്കെ ഡൽഹിയിൽ താമസിച്ച് 3 വർഷം അല്ലെങ്കിൽ 2 വർഷം ഡൽഹിയിൽ താമസിച്ച് പഠിച്ചിട്ടുള്ള ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ JNUവിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിന് നിങ്ങൾക്ക് ഫീസ് ആയിട്ട് വരുന്നത് 150-210 രൂപയാണ്. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നല്ലൊരു എമൗണ്ട് ഫീസായി കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷെ JNUവിൽ ഇത്രയ്ക്ക് തുച്ഛമായിട്ടുള്ള ഒരു തുക മാത്രമാണ് ഫീസായിട്ട് ഈടാക്കുന്നത്. അതിനു പുറമെ ഹോസ്റ്റലിലാണെങ്കിലും വളരെ തുച്ഛമായിട്ടുള്ള രീതിയിലുള്ള ചെലവുകളാണ് ഹോസ്റ്റലിലുള്ളത്. ഒരു മാസം 3500 രൂപയിൽ കുറഞ്ഞ ഒരു ഹോസ്റ്റൽ ബില്ലാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പണമില്ല എന്നുള്ളൊരു കാരണം കൊണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഹയർ സ്റ്റഡീസിന് JNU പോലൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡൽഹിയിൽ പോയി പഠിക്കുന്നതിന് ഒരു വിമുഖത ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് നിങ്ങൾ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്നെ പോലുള്ള ഒരുപാട് ആളുകൾ അവിടെ വന്ന് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ഒരു കാരണം JNU എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ യൂണിവേഴ്സിറ്റി മാത്രമാണ്. റിസർവേഷൻ ആണെങ്കിലും ഒരുപാട് നല്ല രീതിയിൽ റിസർവേഷൻ പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് JNU. പിന്നെ ഒരുപാട് അക്കാദമിക് സെമിനാറുകൾ, ഇപ്പൊ കോൺഫറൻസുകളൊക്കെ ഇപ്പൊ നമുക്കറിയാം ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ മൊത്തത്തിൽ ഒരു ഫണ്ട് കെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൗർഭാഗ്യവശാൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യത്തിൽ പോലും ഒരുപാട് കോൺഫറൻസുകളും നാഷണൽ സെമിനാറുകളും ഒക്കെ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി.
അപ്പൊ നമുക്ക് അക്കാദമികപരമായിട്ട് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഡൽഹിക്ക് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഡൽഹിയിൽ നിന്ന് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കാം എന്നുള്ള ഒരു സാഹചര്യം, ഒരു അവസരമാണ് JNU തുറന്നിടുന്നത്. നിങ്ങൾ ഒരു കുറച്ചു പേരെങ്കിലും UPSC മനസ്സിൽ വെച്ച് ഡൽഹിയിലേക്ക് വരുന്ന ആളുകൾ ഉണ്ടാവും. അത്തരം ആളുകൾക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് JNU. ഞാൻ പറയാൻ കാരണം JNU അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ നിലവിലില്ല. അറ്റൻഡൻസ് ക്ലാസ് നിങ്ങൾക്ക് വരുന്ന സെമിനാറുകളും അസൈൻമെന്റുകളും ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മതിയാവും. ഞാൻ ഓഫ്ലൈൻ ക്ലാസ് പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. ഇപ്പൊ എല്ലാ ക്ലാസ്സുകളും ഓൺലൈനാണ് നടത്തുന്നത്. പക്ഷെ ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അപ്പോ നിങ്ങളിപ്പോ UPSC പോയിന്റ് ഓഫ് വ്യൂല് വരുന്ന ആളുകളാണെങ്കിൽ ഇപ്പൊ ഓരോ വർഷവും റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു 700 പേരുടെ 800 പേരുടെ ലിസ്റ്റ് വരുമ്പോൾ അതിൽ ഒരു 30-40 പേര് JNU വരാൻ, അത്രയും വലിയ നമ്പർ ഉണ്ടെങ്കിൽ പോലും ഏതാണ്ട് അതിനോട് അടുത്ത് വരുന്ന ഒരുപാട് ആളുകൾ JNU നിന്ന് വരാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും JNU നൽകുന്ന ഒരു സപ്പോർട്ടാണ്, ഒരു ആസ് എ ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു അക്കാദമിക് കൾച്ചർ നൽകുന്ന ഒരു സപ്പോർട്ട് കാരണമാണ് അത്ര ആളുകൾ വരുന്നത്. ധോൽപൂർ ഹൗസ് എന്നാണ് അവിടെ ലൈബ്രറി റീഡിംഗ് റൂമിനെ പറയുന്നത്. അതായത് ആളുകൾ ഇരുന്ന് UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രത്യേക റീഡിംഗ് റൂം തന്നെ JNUവിൽ നിലവിലുണ്ട്. പിന്നെ സയൻസ് കോഴ്സുകൾക്കാണെങ്കിലും നമുക്ക് ആർട്സ് കോഴ്സുകളുടെ പേരിലാണ് JNU ഒരു പരിധി വരെ അറിയപ്പെടാറുള്ളത്. പക്ഷേ സയൻസ് കോഴ്സുകൾക്കും ഏറ്റവും മികച്ച കോഴ്സുകളും ക്ലാസ്സുകളും തന്നെയാണ് JNU നൽകുന്നത്. പക്ഷെ അത് ഒരുവിധം ആളിപ്പോ നമ്മളിപ്പോ ഏത് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും രാജ്യത്തെ ഏറ്റവും മികച്ച ക്യാമ്പസുകൾ സയൻസ് കോഴ്സുകളുടെ കാര്യത്തിലാണെങ്കിൽ IIT-കളുടെ ഒക്കെ തൊട്ടടുത്ത് തന്നെ JNU പലപ്പോഴും ലിസ്റ്റിൽ കാണാൻ സാധിക്കാറുണ്ട്. പിന്നെ JNUവിൽ ഒരു കൾച്ചർ, ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പൊളിറ്റിക്കലൊക്കെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. നിങ്ങളെ പാരന്റ്സ് ഒക്കെ നിങ്ങളെ ചിലപ്പോൾ ഒരു പരിധി വരെ നിങ്ങളെ എന്താ പറയാ, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമരങ്ങളിലും അതേപോലുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവുന്നുള്ള പേടി കാരണം പല പാരന്റ്സും നിങ്ങളെ തടയാറുണ്ട് പോകുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും ഫോഴ്സ്ഫുള്ളി സമരത്തിന് പോകണം എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം JNUവിലില്ല. അപ്പൊ നമ്മള് വിദ്യാർത്ഥികളാണ്. അപ്പൊ എല്ലാ രാജ്യത്തും വളരെ കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. അതിന്റെ ഭാഗമായിട്ട് ആളുകൾ പങ്കെടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ പഠിത്തത്തിൽ മാത്രം ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ പഠിക്കണമെന്ന് മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനാരും ഭംഗം വരുത്താനോ നിങ്ങളെ ഫോഴ്സ്ഫുള്ളി ആരും സമരത്തിലേക്ക് വലിച്ചഴക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അത്തരം പേടികളോ ഭയങ്ങളോ ഒന്നും ഉണ്ടാവേണ്ടതില്ല. കാരണം JNU വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. ഞാൻ പറയാൻ കാരണം, ഇപ്പൊ ഒറീസയിലെയോ ബീഹാറിലെയോ ഒക്കെ വളരെ റൂറൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ലിംഗ്വിസ്റ്റിക്കലി ഒക്കെ ചിലപ്പോ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ ലിംഗ്വിസ്റ്റിക് സെല്ല് പോലുള്ള സംരംഭങ്ങളിലൂടെയൊക്കെ വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ട് നൽകി വിദ്യാർത്ഥികളെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള, വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ JNU നൽകുന്ന സ്കോളർഷിപ്പുകളും അതേപോലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ MAക്ക് അല്ലെങ്കിൽ മാസ്റ്റർ കോഴ്സുകൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറഞ്ഞ വരുമാനമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് MCM എന്ന് പറഞ്ഞിട്ടുള്ള മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള ഒരു സാഹചര്യം JNUവിലുണ്ട്. നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസിന്റെ നല്ലൊരു ഭാഗം ആ സ്കോളർഷിപ്പിൽ ഹലോ വിഷ്ണുട്ടാ, മൈക്ക് കട്ടായിണ്ടോ? ഹലോ യാസിൻ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. യാസിൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. മൈക്ക് കട്ടായിണ്ടായിരുന്നു. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഓക്കെയാണോ? ഓക്കെയാണ്. ഹലോ,
ഹലോ ഹലോ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, ചെറുതായിട്ടൊന്ന് ലീവ് ആയിട്ടുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാം. ആള് റീജോയിൻ. ചെയ്യുന്നുണ്ട്. നമുക്ക് പരിപാടിയും കണ്ടിന്യൂ ചെയ്യാം. അയാൾ ജോയിൻ ചെയ്യും. എനിവേ താങ്ക് യു. നമുക്ക് അടുത്തതായിട്ട് ഹസൻ അമാൻ, ഇഗ്നോ, MA പൊളിറ്റിക്കൽ സയൻസ്, സെക്കൻഡ് ഇയർ വിദ്യാർത്ഥി. വെൽക്കം. ഹലോ, യെസ്, കേൾക്കാമോ? ഓക്കെ കേൾക്കാം. ജോയിൻ ചെയ്തു. ഓക്കെ, പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. ക്ഷമിക്കുന്ന ചെറിയൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായി. അപ്പൊ അത്രയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇപ്പോൾ JNU പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ നിലവിൽ JNU സ്റ്റുഡൻസ് യൂണിയനിലെ ഒരു മെമ്പർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സഹായമാണെങ്കിലും, ഇപ്പോൾ JNU ഹോസ്റ്റലുകൾക്കൊക്കെ ഒരു ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. കാരണം വലിയ ഹോസ്റ്റൽ സൗകര്യങ്ങൾ പലപ്പോഴും റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്റ്റൽ അഡ്മിഷൻ ഒക്കെ കിട്ടാറുള്ളത്. അപ്പൊ അങ്ങനത്തെ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് JNU അഡ്മിഷൻ കിട്ടിയതിന് ശേഷം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. പിന്നെ എൻട്രൻസ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർട്സ് വിഷയങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ വലിയൊരു റെപ്പോസിറ്ററി ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും JNU എൻട്രൻസ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോൺടാക്ട് ചെയ്യണം, എന്തെങ്കിലും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം സമീപിക്കാവുന്നതാണ്. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നല്ല രീതിയിൽ മെറ്റീരിയൽസ് ഉണ്ടാവും. കാരണം കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നമ്മുടെ കോച്ചിങ്ങിൽ കൂടെ മാത്രമായിട്ട് ഏകദേശം 150-ലധികം ആളുകൾ JNU അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ആളുകളെ നമുക്ക് ക്ലാസ്സുകൾ കൊടുത്തിട്ടും ട്രെയിനിങ് കൊടുത്തിട്ടൊക്കെ JNU അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിൽ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഇത്രയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പിന്നെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഡൽഹിയിൽ വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഡൽഹി വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡൽഹി. അപ്പോ അങ്ങനെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഡൽഹിയിൽ നിൽക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും കണ്ണടച്ച് പരിഗണിക്കാവുന്ന ഒരു സ്ഥലമാണ് JNU. ഞാൻ അക്കാദമിക്സിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ബെനിഫിറ്റും കൂടിയാണ് പറയുന്നത്. കാരണം ഡൽഹിയിൽ വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഒരുപാട് ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ആളുകൾക്ക് വരാറുണ്ട്. അപ്പോൾ ഡൽഹിയിൽ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു ഒറ്റയാൻതുരുത്താണ് JNU. അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആശങ്കകളുള്ള ആളുകളാണെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ്, സേഫ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. ഇപ്പം വളരെ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. പക്ഷെ അതൊന്നും വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അതൊന്നും സ്ഥിരം JNU സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതൊന്നും ഇനി സംഭവിക്കില്ല എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വിഷ്ണുട്ട, MBA ഒക്കെ കാറ്റ് ആവശ്യമുണ്ടോ? കാറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, കാറ്റിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് MBA കോഴ്സുകൾക്ക് അഡ്മിഷൻ കൊടുക്കാറുള്ളത്. പക്ഷെ MBA ഭയങ്കര ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട്
എനിക്കറിയില്ല എത്രത്തോളം അവിടെ പ്രിഫറബിൾ ആണ് എന്നുള്ളത്. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം വളരെ ഇനീഷ്യൽ സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്ന കോഴ്സ്. അപ്പൊ ഒരു ബാച്ച് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് JNU. ഏകദേശം 12 ലക്ഷത്തോളം രൂപ ചെലവ് വരും 2 വർഷത്തെ കോഴ്സ് നിങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ ഒരു സെമസ്റ്ററിന് നിങ്ങൾക്ക് ചെലവാകുന്നുണ്ട്. 3 ലക്ഷം രൂപ ചെലവാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് വേറെ ഇതുപോലെ നല്ല IASും അതേപോലെ നല്ല ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് MBA നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കാം. ആർട്സ് വിഷയങ്ങൾക്കും സയൻസ് വിഷയങ്ങൾക്കാണ് ഞാൻ പ്രധാനമായിട്ടും JNU റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ. ഡെവലപ്മെന്റ് ആൻഡ് ലേബർ സ്റ്റഡീസ് ജോബ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്? ജോബ് ഓപ്പർച്യൂണിറ്റി, സോറി ഞാൻ അത് പറയാൻ വിട്ടു. കാരണം JNUല് ഈ അടുത്ത കാലം വരെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കരിയർ സെല്ല് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സംരംഭം കഴിഞ്ഞ കുറച്ച് 2 വർഷങ്ങളായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് NGO മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാനാണെങ്കിൽ അത്തരം കോഴ്സുകൾ എടുക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ്, സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് അധികം ലെവൽ സ്റ്റഡീസിലേക്കൊക്കെ പോകാറുള്ളത്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിലാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല കോഴ്സാണ്, അത്യാവശ്യം നല്ല ഫാക്കൽറ്റികളൊക്കെ ഉള്ള ഒരു കോഴ്സ് തന്നെയാണിത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് വരികയാണെങ്കിൽ കുറച്ചുകൂടി ഒരു എന്താ പറയാ ഒരു സോഷ്യലിസ്റ്റ് അപ്രോച്ചിലൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു സെന്റർ ആണത്. ഓക്കെ. കേരളത്തിൽ എവിടെയൊക്കെയാണ് സെന്റേഴ്സ് ഉള്ളത് എൻട്രൻസ് എക്സാമിന്? കേരളത്തിൽ നിലവില് കാലിക്കറ്റിലും ട്രിവാൻഡ്രത്തും 2 സെന്ററാണ് ഉള്ളതെന്ന് എൻ്റെ ഓർമ്മ. തൃശ്ശൂരോ കൊച്ചിയിലോ ഒരു സെന്റർ കൂടെ ഉണ്ട്. അത്തരത്തില് 3-4 സെന്ററുകളാണ് കേരളത്തിൽ നിലവിൽ കൊടുക്കുന്നുള്ളത്. അപ്പൊ നിങ്ങൾ മലബാർ എന്നുള്ള ആളുകളാണെങ്കിൽ കാലിക്കറ്റ് ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സൗത്ത് നിന്ന് തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചി എന്നുള്ള സെന്ററുകളാണ്. MA ഇന്റർനാഷണൽ റിലേഷൻസിനെ എന്താ പ്ലേസ്മെന്റ് സെല്ലിനെ പറ്റിയിട്ട്? പ്ലേസ്മെന്റ് സെല്ല് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് 2 വർഷങ്ങളായിട്ട് കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് സെല്ല് ഉണ്ട് നിലവിൽ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഫോർച്ചുനേറ്റ്ലി ഇത് വരുന്ന സമയത്ത് ഇനി വരുന്ന ഒരു കാലത്ത് കുറച്ചുകൂടെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും എന്ന് കരുതാം നമുക്ക്. അപ്പൊ എനിക്ക് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ഈ അടുത്ത കാലം വരെ, പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് കുറച്ച് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവര്. അപ്പൊ അത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അതുകൊണ്ട് ഇപ്പൊ ലാംഗ്വേജ് കോഴ്സുകളുടെ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലേസ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ നല്ല വലിയ കമ്പനികൾ MNCs ഒക്കെ വന്നിട്ട് പ്ലേസ്മെന്റുകൾ നടത്തുന്നുണ്ട് JNU. ഓക്കെ. മാസ്റ്റേഴ്സ് കോഴ്സിന് സ്കോളർഷിപ്പ് എങ്ങനെയാണ്? സ്കോളർഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വരുമാനം നിങ്ങൾക്ക് കുറവാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻസ് MCM എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. ആ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് 2000 രൂപയാണ് ഇപ്പൊ നിലവിൽ കിട്ടുന്നത്. ഹോസ്റ്റൽ ചെലവൊക്കെ ഏകദേശം 3000 രൂപയുടെ തച്ചോടെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഹോസ്റ്റൽ ചെലവിന്റെ നല്ലൊരു ഭാഗം നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയൊരു അക്കാദമിക്സായിട്ട് ബന്ധപ്പെട്ട് അത്ര വലിയ ചെലവുകളൊന്നും വരാൻ നിലവിൽ സാധ്യതയില്ല. അപ്പോൾ വലിയ സപ്പോർട്ടാണ് അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ. അല്ലാതെ വലിയൊരു മാസീവ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് JNU കൊടുക്കുന്നില്ല. കാരണം JNUൽ അങ്ങനെ അത്ര ചെലവുകളും വരുന്നില്ലല്ലോ. നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ മാത്രം ചെലവ് മാത്രമുള്ള കാര്യമായിട്ട് വരുന്നത്. അവിടുത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞത് 200 രൂപയുടെ ചോടയാണ്. 150 രൂപ 210 രൂപയ്ക്കാണ് ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. ഓക്കെ. JNUല് ഗേൾസ് സേഫ് ആണോ? വളരെ സേഫ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. ഗേൾസ് എന്നല്ല, സ്റ്റുഡൻസിന് പൊതുവെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. വളരെ ഫ്രീഡം ഉള്ള ഒരു ക്യാമ്പസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള എക്സ്പോഷർ തരുന്ന ക്യാമ്പസ് ആണ്. വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആയതുകൊണ്ട് വേറെ രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ്. അങ്ങനെ ഒരു സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസേൺ JNU ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരേണ്ടതില്ല. എന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് 12 മണിക്ക് പുറത്തിറങ്ങി നടന്നിട്ടുള്ളത് JNU വന്നതിന് ശേഷമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ആസ് എ ക്യാമ്പസ് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസും ഒരു ഫ്രീഡം ഒക്കെ ഉണ്ട്. അത് അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ JNU ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. MA ഇന്റർനാഷണൽ സ്റ്റഡീസിനെ പറ്റി പറയൂ. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്? MA ഇന്റർനാഷണൽ റിലേഷൻസ് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലുള്ള ഒരു കോഴ്സാണ്. അവിടെ 3 MAs ആണ് പ്രധാനമായിട്ടുള്ളത്.
ഒന്ന് ഇതേപോലെ PISM എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ്, പിന്നെ ഏരിയ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു MA കോഴ്സാണ്. അതിനെപോലെ തന്നെ CITD എന്ന് പറഞ്ഞിട്ട് ട്രേഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക്സിനെ കുറച്ചും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അങ്ങനെ 3 കോഴ്സുകളാണ് MA ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിലിൽ കൊടുക്കുന്നത്. PISM-നാണെങ്കിൽ അതായത് പൊളിറ്റിക്കൽ സയൻസ് മേജർ ആയിട്ടുള്ള അതിൽ പ്രധാനമായിട്ടും 120 സീറ്റുകളാണുള്ളത്. ഏരിയ സ്റ്റഡീസിൽ 60 സീറ്റുകളുണ്ട്. CITD-യിൽ ഏകദേശം 40 സീറ്റുകളുണ്ട്. അപ്പം ഇത്തരത്തിൽ മൊത്തത്തിൽ ഏകദേശം ഒരു 200-210ഓളം സീറ്റുകൾ ഇന്റർനാഷണൽ റിലേഷൻസിൽ തന്നെ കൊടുക്കുന്നുണ്ട് MA-ക്ക്. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഏകദേശം ഓവർലാപ്പ് ചെയ്യുന്ന ഒരേ രീതിയിലാണ് പ്രിപ്പറേഷൻ വരുന്നത്. നിങ്ങൾ പഴയ നെറ്റ് പേപ്പറുകളോ അതേപോലെ കഴിഞ്ഞ 2 വർഷത്തെ IR-ന്റെ തന്നെ എൻട്രൻസ് പേപ്പറുകൾ, JNUന്റെ എൻട്രൻസ് പേപ്പറുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെ പ്രോസ്പെക്ടസിൽ അതിന്റെ സിലബസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ തിയറീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോകേണ്ട ഏരിയകളൊക്കെ, ആ ഏരിയകൾ, പിന്നെ കുറച്ച് പൊളിറ്റിക്കൽ തിങ്കേഴ്സിനെ പറ്റി പഠിക്കാം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിന്റെ സബ്ജക്റ്റുകൾ തന്നെയാണ് അതിന് പഠിക്കേണ്ടത്. നിങ്ങൾ നെറ്റിന്റെ സിലബസും ഇതുമായിട്ട് വളരെ വലിയ രീതിയിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, NTA ആണ് 2 എക്സാമും ഡിസൈൻ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റ് പ്രിപ്പറേഷനും ഇതും ഏകദേശം ഒരേ രീതിയിൽ ഓവർലാപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നന്നാവുക. എന്റെ കയ്യിൽ JNUSUവിന്റെ ഇതിൽ ഞങ്ങൾ കൊടുക്കുന്ന വളരെ വലിയൊരു റെപ്പോസിറ്ററി ഉണ്ട്, ടെലഗ്രാം ചാനലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇതിന്റെ ഓർഗനൈസേഴ്സിന് ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കോൺടാക്ട് തരും. അപ്പൊ അത്തരത്തിൽ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ രീതിയിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ടെലഗ്രാമിലൂടെ ഷെയർ ചെയ്തിരുന്നതാണ്. ഒരു സയൻസ് സബ്ജക്റ്റിൽ ഗ്രാജുവേറ്റ് ആയ ഒരു കുട്ടി എൻട്രൻസ് എക്സാം ക്വാളിഫൈ ആയാൽ ആൾക്ക് MA ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾക്ക് എനി ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. അപ്പൊ നിങ്ങൾ സയൻസ്, എന്റെ കൂടെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ MA ചെയ്തിരുന്നു ഞാൻ പഠിച്ച സമയത്ത്. അപ്പൊ അതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ സയൻസ് ആണ് പഠിക്കുന്നതെങ്കിലും നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അക്കാദമിക്സ് നിലവിലുള്ള സ്ഥലമാണ് JNU. ഇപ്പൊ നിങ്ങൾ MBBS ആണോ അല്ലെങ്കിൽ BTech ആണോ വേറെ BSc കോഴ്സ് ആണോ പഠിച്ചെന്നൊന്നും ഒരു കൺസേണേ അല്ല. നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാമെങ്കിൽ നിങ്ങൾ യു ആർ ഓൾവേസ് വെൽക്കം. അപ്പൊ അതുകൊണ്ട് ആ ഒരു കൺസേണിന്റെ ആവശ്യമില്ല. ഒരുപാട് ആളുകൾ, നമ്മുടെ ഇവിടെയാണ് അങ്ങനത്തെ ഒരു അക്കാദമിക് കൾച്ചർ ഇല്ലാത്തത്. നിങ്ങളിപ്പോ വെസ്റ്റേൺ അല്ലെങ്കിൽ US ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള അക്കാദമിക്കുകളുടെ അവരുടെ ക്രെഡൻഷ്യൽസും അവരുടെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം ആർട്സിലേക്ക് വന്ന ആളുകളാണ്, മെഡിസിൻ പഠിച്ചതിന് ശേഷം ആർട്സിലേക്ക് വന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ ഇവിടെ അങ്ങനത്തെ ഒരു കൾച്ചർ ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ JNUവിൽ അങ്ങനത്തെ ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള അപ്രോച്ചിനെ വളരെ വലിയ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന, വളരെ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു അക്കാദമിക് കൾച്ചറാണുള്ളത്. അപ്പൊ ഞാൻ ലിറ്ററേച്ചർ ആണ് BA-ക്ക് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് ശേഷം ഇപ്പൊ റിസർച്ച് ചെയ്യുന്നത് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ ആണ് PhD ചെയ്യുന്നത്. അപ്പൊ അത് അവിടെ തന്നെ വലിയൊരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ് JNU. JNUവിൽ ഹോസ്റ്റൽ അവൈലബിലിറ്റി എങ്ങനെയാണ്? എല്ലാവർക്കും കിട്ടുമോ? ഹോസ്റ്റൽ എല്ലാവർക്കും കിട്ടും. പക്ഷേ തുടക്കത്തിലേ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്റ്റൽ കിട്ടുക. പിന്നെ നിങ്ങളുടെ കാറ്റഗറി ആയിട്ട് തിരിക്കും. അതായത് നിങ്ങൾ ദൂരെ നിന്ന് വരുന്നതിനനുസരിച്ചിട്ടും പ്രയോറിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ട്. പക്ഷെ എന്നാലും നല്ല മാർക്ക് നേടി നല്ല രീതിയിൽ എൻട്രൻസ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ വലിയ രീതിയിൽ ഹോസ്റ്റൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് സ്വാധീനിക്കും. അപ്പൊ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ JNUവിൽ തേർഡ് റൂംമേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മള് നിലവിൽ 2 ആളുകളാണ് ഒരു റൂമിൽ JNUവിൽ താമസിക്കുന്നത്. ഹോസ്റ്റലുകൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഹോസ്റ്റലുകളാണ്. ആഴ്ചയിൽ 3 ദിവസം നോൺ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്ന ഹോസ്റ്റലുകളാണ്. സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്ക് ലഭിക്കും. അത്തരത്തില് ആഴ്ചയിൽ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഞാൻ 3 ദിവസം സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ അത്തരത്തില് വളരെ നല്ല ഒരു ഫുഡ് കൾച്ചറും നല്ല ലിവിങ് ഫെസിലിറ്റീസും ഒക്കെ ഉള്ള ക്യാമ്പസ് തന്നെയാണ് JNU. അപ്പൊ 2 പേരാണ് ഹോസ്റ്റലിൽ ഒരു റൂമിൽ താമസിക്കുക സാധാരണഗതിയിൽ. അപ്പൊ നിങ്ങൾ 2 പേരും വില്ലിംഗ് ആണെങ്കിൽ ഇപ്പൊ 3ാമത് ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് റാങ്ക് കുറച്ച് പിന്നിലോട്ടായി, JNUവിൽ ഹോസ്റ്റൽ അഡ്മിഷൻ പെട്ടെന്ന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് അവിടെ. അപ്പൊ ആ ആളുകളുടെ തേർഡ് റൂംമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഇനി എന്താണ് ചോദിക്കാനുള്ളത്? യാസിൻ കേൾക്കാമോ? പിന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പൊളിറ്റിക്കൽ സയൻസിന് എത്ര സീറ്റ്സ് ഉണ്ട് എന്നുള്ളത്. പൊളിറ്റിക്കൽ സയൻസ്
നിലവിൽ 60 സീറ്റുകളാണെന്നാണ് എന്റെ ഓർമ്മ. കൃത്യമായിട്ട് പ്രോസ്പെക്ടസ് പരിശോധിക്കണം. 60ഓളം സീറ്റുകൾ ഉണ്ട് നിലവിൽ. ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര സീറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടത് ഒരു സീറ്റാണ്. ആ ഒരു സീറ്റ് അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ. കട്ട് ഓഫ് എത്രയാണ്, ഇത്ര സീറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാം അങ്ങനെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണലി. കാരണം നമുക്കറിയില്ല നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്ന എക്സാം പേപ്പറിൽ എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള കാൽക്കുലേഷനുകളിൽ മാറ്റി വെച്ചിട്ട് ഈവൺ ഒരു സീറ്റാണ് അവിടെ ഉള്ളതെങ്കിൽ പോലും നമുക്ക് അതിനു വേണ്ടി ശ്രമിച്ചാൽ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കൺസേൺസ് ഒന്നും വേണ്ട. അത് മാറ്റി വെച്ചിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഇപ്പൊ വീട്ടിലാണ് എല്ലാവരും, ഒരു പരിധി വരെ വീട്ടിലാണ് എല്ലാവരും നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഉള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ, നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധരായിട്ട് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഏത് കോഴ്സിലാണെങ്കിലും ജെഎൻയുവിൽ ഏത് കോഴ്സിലുള്ള കാര്യങ്ങൾ അറിയാനാണെങ്കിലും ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ നിലവിൽ പഠിക്കുന്ന ആളുകളായിട്ട് കോൺടാക്റ്റിലാക്കി തരും. കാരണം അവരുടെ ഗൈഡൻസിൽ, മെന്റർഷിപ്പിൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ജെഎൻയുവിൽ ഒരുക്കി തരാൻ ഞങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് അങ്ങനത്തെ കൺസേണോ ടെൻഷനോ ഒന്നും വേണ്ട. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ടൈം കൺസ്ട്രെയിൻസ് കാരണം നമുക്ക് Q&A സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതോടൊപ്പം കോൺടാക്ട് നമ്പേഴ്സ്, മൈത്രി മെമ്പേഴ്സിന്റെ കോൺടാക്ട്സ് ചാറ്റിൽ ഒന്നുകൂടി ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് തരാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇപ്പോൾ JNU പറ്റിയുള്ള ഒരു ഓവർവ്യൂ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു. ഇനി നമുക്ക് അടുത്ത സ്പീക്കറിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഇഗ്നോയിൽ നിന്ന് ഹസൻ അമൻ ആണ്. ഹസൻ, വെൽക്കം. താങ്ക് യു. പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഇവിടെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ആദ്യം തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി സ്റ്റഡീസിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മൈത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിന് മൈത്രി ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. ആൻഡ് ഐ ആം ഗ്ലാഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ഞാൻ ഗ്രാജുവേഷൻ DUലായിരുന്നു. ഹിന്ദു കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആണ്. ഇപ്പം നിലവിൽ ഇഗ്നോയിൽ MA ചെയ്യുകയാണ്. പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് ഇയർ ആണ്. അപ്പം എനിക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇഗ്നുവിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഇഗ്നു എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളത് തന്നെയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. പലരും റെഗുലർ ഡിഗ്രിയും റെഗുലർ PGയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന യൂണിവേഴ്സിറ്റികളായിരുന്നു എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നവർ സംസാരിച്ചത്. എന്നാൽ ഇഗ്നു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുകൊണ്ട് പറയുന്നത് കുറെ ആളുകൾക്കൊക്കെ അറിയുമായിരിക്കും. അതിലെ വളരെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളുകളാണെങ്കിൽ ചിലപ്പോൾ റെഗുലർ ആയിട്ട് PGക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകളായിരിക്കും, മറ്റു എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ മറ്റു പല ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് റെഗുലർ ഡിഗ്രിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇഗ്നു എന്ന് പറയുന്നത്. 1987 ഇഗ്നു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തുടക്കത്തിൽ കുറച്ച് പരിമിതികളും മറ്റും ഉണ്ടെങ്കിൽ പോലും 2004 എഡ്യൂസാറ്റിന്റെ ഒക്കെ വരവോടുകൂടി കുറച്ചുകൂടി ടെക്നോളജിക്കലി തന്നെ അഡ്വാൻസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇഗ്നു അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഗ്നുവിന്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. 21ഓളം സ്കൂൾ ഓഫ് സ്റ്റഡീസ് ഉണ്ട്. അതിൽ ഡിഫറെന്റ് സ്കൂൾ ഓഫ് സ്റ്റഡീസ് അതിലുണ്ട്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അങ്ങനെ 21ഓളം സ്കൂൾ ഓഫ് സയൻസിലൂടെ അറൌണ്ട് 200ഓളം കോഴ്സുകൾ ഇഗ്നു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ BA, UG, PG, B.Ed, MPhil, PhD, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, അങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പൺനെസ് തന്നെയാണ്. ഇന്ത്യയിലെ ഏത് കോണിലുള്ള ആളുകൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു യൂണിവേഴ്സിറ്റി തരുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടി പല എക്സാം പ്രിപ്പറേഷൻസുമായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്.
പിന്നെ ഫീ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത്ര JNU ഒക്കെ പോലെ വളരെ ചീപ്പ് അല്ലെങ്കിൽ പോലും അത്ര ഭീകരമായിട്ടുള്ള ഫീസോ ഒന്നുമില്ല. അപ്പം ഞാൻ പഠിക്കുന്ന കോഴ്സിന് ഇപ്പോൾ ഒരു 10,500 ആണ് 2 ഇയർ കോഴ്സിന് മൊത്തത്തിൽ വരുന്ന ഫീ. ചില യൂണിവേഴ്സിറ്റികൾ വെച്ച് നോക്കുന്ന സമയത്ത് കൂടുതലാണ്. എന്നാൽ പോലും നമുക്ക് ആ ഒരു ഫീക്കുള്ളിൽ തന്നെ ഇവർ പല മെറ്റീരിയൽസും മറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ തരുന്ന സിലബസ് ആയി കഴിഞ്ഞാലും ഇവർ തരുന്ന മെറ്റീരിയൽസ് ആയി കഴിഞ്ഞാലും അക്കാദമിക് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനം തന്നെയാണ് നമുക്ക് തരുന്നത്. പിന്നെ അതുപോലെ 67ഓളം റീജിയണൽ സെന്റേഴ്സും അറൌണ്ട് 170-180ഓളം സ്റ്റഡി സെന്റേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഓപ്റ്റ് ചെയ്യാനും നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ സ്റ്റഡി സെന്ററിൽ പോകാനും ഈ സ്റ്റഡി സെന്ററിലെ ലൈബ്രറി ഫെസിലിറ്റി വരെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇഗ്നോയിൽ തരുന്നുണ്ട്. ഇഗ്നോയിൽ UG ഞാൻ നേരത്തെ പറഞ്ഞു UGയിലും PGയിലേക്കും മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. സർട്ടിഫിക്കറ്റ് കോഴ്സും ഡിപ്ലോമ കോഴ്സുകളും ഉണ്ട്. MPhil PhD അഡ്മിഷനുകൾക്ക് എൻട്രൻസ് എക്സാം സെപ്പറേറ്റ് ആയിട്ട് ഇഗ്നോ നൽകുന്നുണ്ട്. അല്ലാത്ത കോഴ്സുകളിലേക്ക് മുഴുവൻ ഡയറക്റ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻസിലോട് കൂടി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കംപ്ലീറ്റ്ലി UG PG കോഴ്സുകൾക്ക് കംപ്ലീറ്റ്ലി ഓൺലൈൻ അപ്ലിക്കേഷൻസ് ആണ് ഇവർ സ്വീകരിക്കുന്നത്. മെയിൻലി 2 സെഷനുകളായിട്ടാണ് ഇവർ നടത്തുന്നത്. ജാനുവരി സെഷൻ ആയിട്ട് ഒരു ബാച്ചും ജൂലൈ സെഷൻ ആയിട്ട് മറ്റൊരു ബാച്ചുമാണ് യൂഷ്വലി എല്ലാ കോഴ്സുകൾക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കൊറോണയുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രയാസങ്ങൾ മറ്റുള്ളത് കൊണ്ട് അതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ പോലും മെയിൻലി നടക്കുന്ന സെഷനുകൾ എന്ന് പറയുന്നത് ഈ 2 സെഷനുകളാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ഇഗ്നോയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ www.igno.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറുവാണെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി തരും. അത് ഓൺലൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണോ അതോ പ്രോപ്പർ ബുക്സും മറ്റുമായി സോഫ്റ്റ് കോപ്പി വേണോ ഹാർഡ് കോപ്പി വേണോ എന്നുള്ളൊരു ചോയ്സ് നിങ്ങൾക്ക് അവിടെ തരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണോ നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. ഇമെയിലായിട്ട് നിങ്ങൾക്ക് മതിയെങ്കിൽ അത് മെയിലിലേക്ക് അയച്ചു തരാനും, അല്ലാതെ നിങ്ങൾക്ക് പ്രോപ്പർ ബുക്കും മെറ്റീരിയൽസും ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് ഈ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒരു 4 വീക്സ് അല്ലെങ്കിൽ 5 വീക്സിനുള്ളിൽ അവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ടെക്സ്ച്വൽ ആയിട്ടുള്ള സാധനങ്ങളല്ല ഈ മെറ്റീരിയൽസ് എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് ഒരുപാട് വായിക്കാൻ പറ്റുന്ന കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അത്യാവശ്യം നല്ല കുറെ കണ്ടന്റ്സ് ഉള്ള സാധനങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ എക്സാമും ഇതിൽ നടക്കുന്ന വാല്യൂഷൻ പാറ്റേണിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഇതിൽ എക്സാം എന്ന് പറയുന്നത് 2 തരത്തിലുള്ള രീതിയിലാണ് ഇതിനെ നടത്തുന്നത്. അതായത് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയും വേണം, എക്സാം ഇയർ എൻഡിൽ പോലെയുള്ള എക്സാമുകളും നടക്കുന്നുണ്ട്. അങ്ങനെ ഈ 2ന്റെയും പോയിന്റ്സുകൾ ക്രെഡിറ്റ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന നിശ്ചിത കോഴ്സിലേക്ക് നമ്മൾ ക്വാളിഫൈ ആയോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇയർ എൻഡിലേക്ക് നടക്കുന്ന എക്സാമുകൾ നമ്മൾ ഈ അപ്ലിക്കേഷൻ സമയത്ത് കൊടുത്തിരുന്ന എക്സാം സെന്ററിൽ ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലത്തിന് എക്സാം സെന്റർ മാറ്റണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവർ തരുന്നുണ്ട്. അത് ഈ ഫ്ലെക്സിബിലിറ്റി തന്നെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് എക്സാം സെന്ററുകൾ നിലവിലുണ്ട്. കേരളത്തിൽ തന്നെ 2 സെന്ററുകളോളം ഉണ്ട്. ഡൽഹിയിൽ 4-5 സെന്ററുകളോളം ഉണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ഇന്ത്യയിലെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ സിറ്റികളിലും ഇവർ എക്സാം സെന്റർ ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് നമുക്ക് ബുക്ക്ലെറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളെ സ്റ്റഡി സെന്ററിൽ പോയിട്ട് നമുക്ക് ID കാർഡ്സും അത് ID കാർഡ് സീൽ ചെയ്തിട്ട് നമുക്ക് കയ്യിൽ വാങ്ങാവുന്നതാണ്. ഈ ID കാർഡ് ആണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഹോൾ ടിക്കറ്റിനൊപ്പം ചേർത്ത് നമുക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പം ഈ ID കാർഡ് നമ്മൾ വാലിഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതോടു കൂടിയാണ് നമുക്കൊരു ഫ്രീ എൻട്രി ഈ ഇത്തരം എക്സാമുകളിലേക്കും മറ്റും ഈ നമ്മളെ റീജിയണൽ സെന്ററിലേക്കൊക്കെ കിട്ടുന്നത്. ഇപ്പൊ അസൈൻമെന്റിന്റെ കാര്യങ്ങളാണെങ്കിൽ നമ്മളിപ്പോൾ ജനുവരി സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ സെപ്റ്റംബറോട് കൂടി ഡെഡ് ലൈൻ തരുന്ന രീതിയിലാണ് അസൈൻമെന്റ് സബ്മിഷനുള്ള ഓപ്ഷൻസ് നമുക്ക് തരുന്നത്. അതുപോലെ ജൂലൈ സെഷനിൽ അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിയാണെങ്കിൽ ഈ മാർച്ചോട് കൂടിയാണ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള അസൈൻമെന്റ്സിന് സബ്മിറ്റ് ചെയ്യേണ്ട ഡെഡ് ലൈൻ വരുന്നത്. ഈ അസൈൻമെന്റ്സ് എല്ലാം തന്നെ നമ്മൾ എക്സാം സെന്ററിൽ ഹാൻഡ് റിട്ടൺ ആയിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്കത് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പോയി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എക്സാം സെന്ററുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട്
അസൈൻമെന്റ് കഴിഞ്ഞ് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിനനുസരിച്ച് എക്സാം വരുന്ന സമയത്ത് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അഡ്മിഷൻ ഫീയുമായി ബന്ധപ്പെട്ട് ഒരു 10,000 അല്ലെങ്കിൽ 11,000 രൂപയാണ് ഞാൻ പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസിനൊക്കെ വരുന്നത്. മറ്റു സബ്ജക്റ്റുകൾക്ക് അനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള ചെറിയ വാരിയേഷൻസ് ഉണ്ട്. ഒരു 2,000-3,000 വ്യത്യാസമേ വരുന്നുള്ളൂ മൊത്തത്തിൽ എന്തായാലും. പിന്നെ എക്സാം ഫീയുമായിട്ട് ഒരു 200 രൂപ അല്ലെങ്കിൽ 300 രൂപ പെർ കോഴ്സിന് എക്സാം ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അല്ലാതെ എക്സ്ട്രാ ഫീകളായിട്ട് വേറെ ഒന്നും വരുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ സയൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഇയറിൽ കമ്പൽസറി ആയിട്ട് 32 ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടുന്ന രീതിയിലേക്കുള്ള കോഴ്സസ് വരുന്നുണ്ട്. പിന്നെ അത് സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് ഒരു 80 ക്രെഡിറ്റ് പോയിന്റ്സ് ഉള്ള നമുക്ക് ഓപ്ഷൻസ് തരുന്നുണ്ട്. അതായത് ഈ 20ഓളം ഓപ്ഷണൽ കോഴ്സസിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 32 ക്രെഡിറ്റ് പോയിന്റ്സ് വരുന്ന രീതിയിലേക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഇയറിൽ അങ്ങനെ ഒരു ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല. ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കമ്പൽസറി ഇല്ല. 2 വർഷം മിനിമം ഏറ്റവും പ്രോപ്പർ ആയിട്ട് നമ്മൾ എക്സാമുകളെല്ലാം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അല്ല നമുക്ക് 5 വർഷം വരെ സാവകാശം എടുക്കാനുള്ള ഒരു സാഹചര്യവും ഒരു സാധ്യത കൂടി ഈ യൂണിവേഴ്സിറ്റി നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഫസ്റ്റ് ഇയറിൽ 6 സബ്ജക്റ്റുകളുണ്ട്, 6 കോഴ്സസുകളുണ്ട്. അപ്പൊ ഓരോ കോഴ്സസിനും അതിൻ്റെതായിട്ടുള്ള ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ഓരോ കോഴ്സസിനും അനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന കോഴ്സുമായി ബന്ധപ്പെട്ടാണ് അതിനനുസരിച്ചുള്ള ചോയ്സസ് കിട്ടുക. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്, പഠിക്കുന്ന കോഴ്സസ് ഏതൊക്കെയാണ്, പേപ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചിട്ടും സൈറ്റിൽ അവൈലബിൾ ആണ്. നല്ല 24 hour പ്രോപ്പർ ഫങ്ഷനിങ് ആയിട്ടുള്ള സൈറ്റാണ്. പിന്നെ അഡ്മിഷൻ ഫീയും കാര്യങ്ങളൊക്കെ 2 ടേം ആയിട്ടാണ്, 2 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇയറിൽ പകുതിയും സെക്കൻഡ് ഇയറിൽ അതിനോട് ചേർന്നിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. കാറ്റഗറിക്കലി ചെറിയ റിലാക്സേഷൻസുകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും സ്കോളർഷിപ്പ് പോലെയുള്ള വലിയ രീതിയിലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എന്നാലും ചെറിയ രീതിയിലുള്ള ഒരു റിലാക്സേഷൻ ഈ സബ്മിഷൻ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ തുടക്കത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഉള്ളത്. ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച പലരും ആണെങ്കിലും പഠിക്കുന്നതിന് കൂടെ തന്നെ ഡിസ്റ്റന്റ് ആയിട്ട് ഒരു PGയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളോ ഡിപ്ലോമയോ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമുക്ക് ഒരു അക്കാദമിക് പ്രഷർ തരാത്ത രീതിയിലും, ഞാൻ പറഞ്ഞു മറ്റു പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുവാണെങ്കിൽ പോലും ഒരു ഫ്രീ ഹാൻഡ് നമുക്ക് തരുന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ 5 വർഷം കൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതെങ്കിൽ വ്യക്തമായി പ്ലാൻ ചെയ്ത് ഒരു 5 വർഷത്തെ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ കോഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ആ രീതിയിലേക്ക് നമുക്ക് എക്സാമുകൾ എഴുതാം. അപ്പൊ ഇത് കുറച്ചും കൂടി മറ്റു എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്ന ആളുകൾ കൂടി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഐ എം ഓപ്പൺ ടു ഡിസ്കഷൻസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ചാറ്റ് ബോക്സ് ഓപ്പൺ ആണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ പ്രാക്ടിക്കലൊക്കെ ആവശ്യമുള്ള സബ്ജക്ട്സിന്റെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ്? ഇവിടെ ക്ലാസ്സസ് മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് മെറ്റീരിയൽസ് അയച്ചു തന്ന് നമുക്ക് സെൽഫ് സ്റ്റഡി ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്ന് തരുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഇതിന്റെ വെബ്സൈറ്റിൽ തന്നെ ഓൺലൈൻ ആയിട്ട് നമുക്കൊരു വീഡിയോ കോൺഫറൻസിങ് പോലെയുള്ള ഒരു ഓപ്ഷൻസ് തരുന്നുണ്ട്. ഈ ധ്യാൻ വേദന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയൊരു സെറ്റപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ കൗൺസിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി അതല്ല ഡയറക്റ്റ് നമുക്ക് പോയിട്ട് സയൻസ് കോഴ്സുകൾക്ക് പലപ്പോഴും നമുക്ക് പ്രാക്ടിക്കൽ വാലിഡേഷൻ വേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ സ്റ്റഡി സെന്റർ നമ്മൾ ചൂസ് ചെയ്ത സ്ഥലത്ത് നമുക്ക് പോയി അവിടെ ഉള്ള ആളുകളുമായിട്ട് റിസോഴ്സ് പേഴ്സണുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുമായി സംശയങ്ങൾ ദൂരീകരിക്കാനും അവിടെ പോയി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഹാൻഡ് ഇതിന് തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ടു പ്രിപ്പയർ ഫോർ ദി എൻട്രൻസ് എക്സാമിനേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ എൻട്രൻസിന് പ്രിപ്പറേഷൻസ് വരുന്നത് എംഫിലിനും PhDക്കും മാത്രമാണ്. ബാക്കിയുള്ള UG PG കോഴ്സുകൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്കൊക്കെ ഡയറക്റ്റ് നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ
അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസും നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഡാറ്റാസും ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിലിലേക്ക് തന്നെ കൺഫർമേഷൻ മെയിൽ കിട്ടും. ആ കൺഫർമേഷൻ മെയിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒഫീഷ്യലി ഒരു സ്റ്റുഡന്റ് ആയി എന്ന് പറയാം. ആ കൺഫർമേഷൻ മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ 4 ആഴ്ചക്കുള്ളിൽ നമുക്ക് മെറ്റീരിയൽസ് കിട്ടും. നമ്മളെ സ്റ്റഡി സെന്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ID കാർഡും കിട്ടും. അപ്പോൾ എൻട്രൻസ് ആവശ്യമായിട്ടുള്ളത് MPhil PhD കോഴ്സുകൾക്കാണ്. അതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മൈത്രി മെമ്പേഴ്സിനെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്താൽ നമുക്ക് അങ്ങനെ റിസോൾവ് ചെയ്യാവുന്നതാണ്. Q&A സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും ക്ലിയർ ആയിട്ടും കംപ്ലീറ്റ്ലി ഒരു ഓവർവ്യൂ നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. വളരെയധികം താങ്ക് യു. ഇനി നമുക്ക് അടുത്ത സ്പീക്കറിലോട്ട് മൂവ് ഓൺ ചെയ്യാം. അടുത്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീരിൽ നിന്ന് മുഹമ്മദ് തൻഹീം ആണ്. ഹലോ. കാശ്മീരിലാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാശ്മീർ ഫോം ചെയ്യുന്നത് 2009 അങ്ങനെയാണെങ്കിൽ ഇപ്പം അത് നമ്മുടെ മെയിൻ ക്യാമ്പസ് അണ്ടർ വർക്കിലാണ്. കാരണം കൺസ്ട്രക്ഷൻ ഇതുവരെ ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് അത് കിട്ടാനും ചാൻസ് ഇല്ല. ഈവൻ ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ അവർക്കും ഇത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഏകദേശം ഒരു 8 കൊല്ലം, അവർ ഇപ്പം പറയുന്നത് 8 കൊല്ലം കൊണ്ടേ നമ്മുടെ മെയിൻ ക്യാമ്പസ് ആയ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ ഇത് വർക്ക് നടത്തി കഴിയാൻ പറ്റൂ എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് 3 ക്യാമ്പസുകളിലായിട്ടാണ്. ഇപ്പം യൂണിവേഴ്സിറ്റി ഫണ്ട് ചെയ്തിട്ട് റെന്റ് ആയിട്ട് 3 ക്യാമ്പസുകളിലായിട്ടാണ് ഇപ്പം സ്റ്റഡീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റഡീസ് എന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് ഗ്രീൻ ക്യാമ്പസ് എന്ന് പറഞ്ഞ ക്യാമ്പസ് ആണ്. ആ ക്യാമ്പസിലാണ് ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റഡിയിലാണ്. പിന്നെ ഗ്രീൻ ക്യാമ്പസ്, രണ്ടാമത് തുലുമുല ക്യാമ്പസ് ആണ്, മൂന്നാമത് ഹോസ്പിറ്റൽ ക്യാമ്പസ് ആണ്. ഇത് 3ഉം റെന്റ് കൊടുത്തിട്ടാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതന്നെയാണ്. പിന്നെ ഗ്രീൻ ക്യാമ്പസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതായത് എൻ്റെ ക്യാമ്പസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഡിസംബർ അല്ല നവംബർ മാസം മുതൽ അവിടെ ഫുള്ള് സ്നോ കവർ ചെയ്തിരിക്കും. നല്ല രസമായിരിക്കും കാണാനും. പിന്നെ ഈ ഗ്രീൻ ക്യാമ്പസിന്റെ പ്രത്യേകത ഒന്ന് ചിന്നാർ ട്രീ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു ട്രീ ആണത്, ഒരു വൃക്ഷമാണത്. അത് ഫസ്റ്റ് ഒരു ഗ്രീനിഷ് കളർ ആവും. ലീവ്സ് ഗ്രീനിഷ് ആവും. പിന്നെ മെല്ലെ യെലോയിലേക്ക് പോകും. ആ കളർ ഓരോ മന്ത് 1.5 മന്ത് കഴിയുമ്പോൾ ഗ്രീൻ യെലോയിലേക്ക് പോകും. യെല്ലോ റെഡ് ആവും. അത് കാണാനും അത് ഫോളോ ചെയ്തിട്ട് നിലത്ത് വീഴുന്ന കാണാനും ഭയങ്കര രസമായിരിക്കും. അത് ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ കാശ്മീർ ആണ് അതിൽ ആ മരം ഏകദേശം സ്പോട്ട്. പിന്നെ അഡ്മിഷൻ ട്രൂലി ബേസ്ഡ് ഓൺ CCT എക്സാമിനേഷൻ. പിന്നെ എൻട്രൻസ് എക്സാം അവർ എങ്ങനെ തെരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാല് എൻട്രൻസ് എക്സാമിന്റെ മാർക്ക് നോക്കിയിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യലാണ്. പിന്നെ അവിടെ സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്. റിസർവേഷൻ എന്ന് വെച്ചാൽ SC ST OBC പിന്നെ PWD അങ്ങനെ മാതിരിയുള്ള റിസർവേഷൻ ഒക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീരിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ അവർ സെലക്ട് ചെയ്താൽ ചില ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകളിലെ ഈ MBA MTTM BVOC അവർക്കെല്ലാം പേഴ്സണൽ ഇന്റർവ്യൂ എന്ത് കളിച്ചാലും ഉണ്ടാവും. ഈ പ്രൊഫഷണൽ കോഴ്സുകളിൽ മാത്രം അവർ ഇന്റർവ്യൂവിൽ ആദ്യം എൻട്രൻസ് എക്സാം എഴുതി അവർ ഷോർട്ട് ലിസ്റ്റ് ഇട്ടിട്ട് ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഇന്റർവ്യൂ ബോർഡ് ഇപ്പോൾ പാൻഡമിക് ആയതുകൊണ്ട് സൂമിൽ നമ്മളെ ഗൂഗിളിൽ ഓൺലൈൻ വഴിയാണ് ഇന്റർവ്യൂ നടക്കാറ്. അപ്പോൾ അതെല്ലാം സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാത് എത്താൻ പറ്റും. പിന്നെ അഡ്മിഷനും ഫീസും കാര്യങ്ങളും ഇപ്പൊ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് എടുക്കണ്ട. ഇപ്പം ഓൺലൈൻ ആയിട്ടാണെങ്കിലും ആദ്യമൊക്കെ ഓൺലൈനിൽ തന്നെയാണ് ഫീസും കാര്യങ്ങളും ഒക്കെ അടക്കേണ്ടത്. പിന്നെ കോഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ ഇനി അടുത്ത കോഴ്സസിലേക്കാണ് പോകുന്നത്. UCT എക്സാമിനേഷന്റെ ബേസിലാണ് പോകുന്നത്. അടുത്ത കോഴ്സസ് എന്നാൽ ഏകദേശം 30 മുകളിൽ കോഴ്സസ് അവർ കൊടുക്കുന്നുണ്ട് നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ. അത്
തികച്ചും CUCT എക്സാമിനേഷന്റെ ബേസിൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഡിപ്ലോമ കോഴ്സസ് കുറവാണ്, അവിടെ ഇല്ല എന്ന് തന്നെ വേണം പറയാം. പിന്നെ ഇന്റഗ്രേഷൻ പ്രോഗ്രാം 5 ഇയേഴ്സിന്റെ പ്രോഗ്രാം അവർ കൊടുക്കുന്നുണ്ട്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ BSc ഫിസിക്സ് 5 ഇയേഴ്സ്, പിന്നെ കെമിസ്ട്രി, പിന്നെ B.Ed M.Ed 3 കൊല്ലത്തെ കോഴ്സ് അവിടെ പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ BPed എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, BPed M.Ed ഫിസിക്കൽ എഡ്യൂക്കേഷന് ബന്ധപ്പെട്ട കോഴ്സാണ്. അതവിടെ എടുക്കുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണെങ്കിൽ അത് തികച്ചും വേസ്റ്റ് ആയിരിക്കും നമുക്ക്. കാരണം അവിടെ BPed സ്പോർട്സിൽ അവിടെ കോളേജ് അധികം പ്രിഫറൻസ് കൊടുക്കുന്നില്ല സത്യം പറഞ്ഞാല്. പിന്നെ അത് BPed എടുക്കുവാണെങ്കിൽ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എടുക്കുവാണെങ്കിൽ നമ്മൾ ആ വിദ്യാർത്ഥി ഒന്നിലേക്ക് സ്പെഷ്യലൈസ്ഡ് ചെയ്യണം. അതിനുള്ളൊരു ഫെസിലിറ്റീസ് അവിടെ കൊടുക്കുന്നില്ല. പിന്നെ നമ്മുടെ പ്രൊഫഷണൽ കോഴ്സിന് ബികോം അല്ല MBA MTTM BVOC കോഴ്സുകൾക്ക് നമ്മളെ കോളേജ് യൂണിവേഴ്സിറ്റി പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ 100% പ്ലേസ്മെന്റ് അല്ല ഇത്രയും കാലം കൊടുത്തിരുന്നത്. ഓൾമോസ്റ്റ് 60% വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കഴിഞ്ഞപാട് പ്ലേസ്മെന്റ് അവർ തന്നെ അവിടെ കേൾക്കുന്നു. പിന്നെ അടുത്തൊരു ഹോസ്റ്റൽ ഫെസിലിറ്റി ആണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എന്ന് വെച്ചാല് അവിടെ ഗേൾസിനും ബോയ്സിനും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. ബട്ട് എന്ന് വെച്ചാല് കോളേജ് ക്യാമ്പസിന്റെ പുറത്താണ്. ഓൾമോസ്റ്റ് 500 മീറ്റേഴ്സിന്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങൾ 500 മീറ്റേഴ്സിന്റെ ഉള്ളിൽ ബോയ്സും ഗേൾസിന്റെയും ഹോസ്റ്റൽസ് ഉണ്ട്. ഞാൻ അതേ പറഞ്ഞിട്ടുണ്ട്, നൈറ്റ് ലൈഫ് അവിടെ ഇല്ല. പിന്നെ ഹോസ്റ്റൽ ഇപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ജീവിക്കാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏത് സമയവും ഹോസ്റ്റൽ പൂട്ടും. കാരണം അവിടെ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ ബൈ ചാൻസ്, അവിടെ അങ്ങനെ നടക്കാറില്ല. നമ്മളെ ഗദബൽ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റില്, നമ്മളെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഡിസ്ട്രിക്റ്റിലാണ് ശ്രീനഗറിൽ നിന്ന് 24 കിലോമീറ്റേഴ്സ് ഇപ്പുറമാണ് നമ്മളെ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതില് ഇപ്പം എന്തെങ്കിലും പ്രശ്നം നടക്കുവാണെങ്കിൽ ഈ ആർമീസ് നമ്മളെ ഹോസ്റ്റൽ കൈകയറും. ഒരു അനുവാദവും ഇല്ലാണ്ട് അവർ കൈകയറും. ഞങ്ങൾ അപ്പം തന്നെ ഔട്ടാവും. അവർ ഉപദ്രവിക്കൊന്നുമില്ല, അപ്പം തന്നെ നമ്മൾ ഔട്ടാവും. ഔട്ടായാൽ നമ്മൾ പെരുവയിലാവും. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പെയിൻ ഗസ്റ്റ് ആയിട്ട് ഏതെങ്കിലും റൂം റെന്റ് എടുത്തിട്ട് ജീവിക്കുന്നതാണ്. അവിടെ റൂമിന് ഏകദേശം ഓൾമോസ്റ്റ് 2000 റുപ്പീസ് മാത്രമേ വരൂ. അതും ഷെയർ ചെയ്യുന്നതാണ്, 3 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് 700 റുപ്പീസ് പെർ മന്ത് അത്രേ വരും. എക്സ്പെൻസ് ഭയങ്കര കുറവ്, ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കുറവുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ. പിന്നെ അടുത്തതായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോകാം. ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട് ഓഫ് ഫുള്ളി ലോ ആണ്. ശരിക്കും ഒന്നും ഇല്ല. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതിൽ ഉപരി ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ ഉപരി ഒരു നമ്മൾ ചെറിയൊരു കോളേജ് മാതിരിയുള്ള ഒരു കോളേജാണ് നമ്മളെ ഗ്രീൻ ക്യാമ്പസ് എന്ന് പറഞ്ഞത്. പിന്നെ ഫെസിലിറ്റി ഭയങ്കര കുറവാണ്. നിങ്ങളിപ്പോ ഒരു 10 പോയിന്റ് നമ്മളിപ്പോ ഒരു 10 മാർക്ക് കൊടുക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് എൻ്റെ ക്യാമ്പസിന് കൊടുക്കുന്നത് വെറും ഒരു 3 മാർക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ഫെസിലിറ്റീസിന്റെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അടുത്ത സ്കോളർഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ സെമിസ്റ്റർ എൻഡിലും ഇപ്പൊ ഫസ്റ്റ് സെമിസ്റ്റർ ആയിക്കോട്ടെ, സെക്കൻഡ് സെമിസ്റ്റർ ആയിക്കോട്ടെ, എല്ലാ സെമിസ്റ്റർ എൻഡിലും ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികൾക്ക്, ടോപ്പറായിട്ട് വരുന്ന 2 വിദ്യാർത്ഥികൾക്ക് അവർ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. കാരണം ടോപ്പർ ആവുന്നവർക്ക് മാത്രം 2 ആൾക്ക് ഫസ്റ്റ് സെക്കൻഡ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. ഹോൾഡേഴ്സിന് അവർ പ്രത്യേകതരമായിട്ട് അത് ഡിഗ്രി കഴിഞ്ഞ് റാങ്ക് വാങ്ങുവാണെങ്കിൽ അവർ അതിനും ഒരു സ്കോളർഷിപ്പ്, ഉപരിപഠനത്തിനുള്ള സ്കോളർഷിപ്പും കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഫെക്വാലിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഉള്ളത് വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ്. എന്ത് ഹെൽപ്പും എന്ത് കാര്യങ്ങളും ചോദിച്ചു പോവുകയാണെങ്കിൽ അവർ നിങ്ങളെ ഡിസാറ്റിസ്ഫൈഡ് ചെയ്യില്ല. നിങ്ങളെ സാറ്റിസ്ഫൈഡ് ചെയ്ത് എന്ത് തെറ്റും അവർ ഓപ്പൺ പറഞ്ഞ് മാറ്റി ചെയ്ത് തന്നിട്ട് മാത്രമേ നിങ്ങളെ പുറത്തേക്ക് വിടുള്ളൂ. അത്രക്കും സ്റ്റാൻഡേർഡ് ഇവിടെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഓഫ് സ്റ്റഡിങ് ആണ്. അതിലൊരു വിട്ടുവീഴ്ചയും
അവർ കൊടുക്കൂല. സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റഡിങ്ങിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ഇത്രയും ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് എനിക്ക് എൻ്റെ ഒരു ഇതിൽ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റാൻഡേർഡ് ഓഫ് സ്റ്റഡിങ് ഒരിക്കലും അവർ വിട്ടുവീഴ്ചക്ക് ഒരു തരത്തിലും നിൽക്കില്ല. അടുത്ത ഫെക്വാലിറ്റി ആണെങ്കിൽ, നീ ഇപ്പോ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു വിദ്യാർത്ഥി അതിലോട്ട് നടന്നു പോവുകയാണെങ്കിൽ, ഏത് ഫെക്വാലിറ്റി ആയിക്കോട്ടെ, അദ്ദേഹം ആ അധ്യാപകന് നിങ്ങളോട് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ കടന്നു പോകും. അത്രക്കും ഹെൽപ്ഫുള്ളും അത്രക്കും കെയറിങ്ങും ആയിട്ടുള്ള ഫെക്വാലിറ്റി മെമ്പേഴ്സ് ആണ് അവിടെ ഫുൾ ആയിട്ടുള്ളത്. ബട്ട് അതുമല്ല, വെൽ എക്സ്പീരിയൻസും കൂടി തന്നെയാണ്. പിന്നെ അടുത്ത സ്റ്റാൻഡേർഡ് ഓഫ് സ്റ്റഡിങ്ങിൽ വരികയാണെങ്കിൽ, അവിടുത്തെ സ്റ്റഡിങ് എങ്ങനെയാണ് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ, നല്ല ഹൈ ക്വാളിറ്റി സ്റ്റഡിങ് തന്നെയാണ്. പിന്നെ ഹൈ ക്വാളിറ്റി സ്റ്റഡിങ് തന്നെയാണ് അവരത്. പിന്നെ ഇംഗ്ലീഷിൽ മാത്രമേ അവർക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. പിന്നെ അവിടെ 2 ഇന്റേണൽ എക്സാംസ് നടത്തും. ഫസ്റ്റ് സെമിസ്റ്ററിന്റെ മുന്നേ 2 ഇന്റേണൽ എക്സാംസ് നടത്തും അവര്. അപ്പോ ആ എക്സാമിൽ ഇപ്പോ ഒന്നിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എൻഡ് സെമിസ്റ്റർ അല്ല നമ്മളെ ഫസ്റ്റ് സെമിസ്റ്റർ എഴുതാനില്ല. അതുമല്ല, ഇപ്പൊ 2ലും അറ്റൻഡ് ചെയ്തിട്ട് 50% ബിലോ ആണെങ്കിൽ, മാർക്ക് 50% ബിലോ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം എഴുതാൻ കഴിയില്ല. അത്രക്കും സ്ട്രിക്റ്റ് ആയിട്ട്, അത്രക്കും പഞ്ച്വൽ ആയിട്ട്, അത്രക്കും ഡിസിപ്ലിൻ ആയിട്ട് പോകുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് നമ്മളെ കാശ്മീർ. പിന്നെ ഒരിക്കലും അവർ എത്ര പാൻഡമിക് കൂടിയാലും ഇത്രയും കാലം നടത്തിയിരുന്നത് അവർ ഓഫ്ലൈൻ എക്സാം തന്നെയാണ്. ഓൺലൈനിലേക്ക് പോകില്ല എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അവര്. ഒരിക്കലും അവർ ഓൺലൈൻ എക്സാമിലേക്ക് പ്രിഫർ ചെയ്യുന്നില്ല. ഓഫ്ലൈൻ എക്സാമിലേക്കാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അവരെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, പെർഫെക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടിയിരിക്കും. അവർ പറയുന്ന പെർഫെക്റ്റ് ടൈം ഇയർ എൻഡിൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടിയിരിക്കും എന്ന് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു വിട്ടുവീഴ്ചയില്ല. നിങ്ങൾ എക്സാം ജൂണിൽ കഴിയുവാണെങ്കിൽ ജൂലൈയിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കും. ജൂണിൽ എന്ത് നടന്നാലും, കർഫ്യൂ നടന്നോട്ടെ, ലോക്ക്ഡൌൺ നടന്നോട്ടെ, എന്ത് നടന്നാലും ജൂലൈയിൽ അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു കുഴപ്പവും ഇല്ല. ഞാൻ ഒരിക്കലും ഒരാളോടും പ്രിഫർ ചെയ്യൂല. കാരണം ഫെസിലിറ്റീസും ഹെൽത്തും കാര്യങ്ങളെല്ലാം ലോ ആണ്. പക്ഷെ നിങ്ങൾ സ്റ്റഡിങ് താല്പര്യം വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി നിങ്ങളെ ലൈഫ് എന്ത് വെച്ചാൽ മാറ്റുമെന്ന് ഞാൻ പറയുകയാണ്. കാരണം നിങ്ങൾക്ക് 4 ലാംഗ്വേജസ്, കാരണം ഇവിടെ 4 ലാംഗ്വേജ് പ്രിഫർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഹിന്ദി, ഉറുദു, കാശ്മീരി, ഇംഗ്ലീഷാണ്. പിന്നെ ഫിയർലെസ് പേഴ്സൺ ആയിരിക്കും. കാരണം ഒരു പേടിയില്ല. ഈ കോഴ്സ് കഴിയുന്നത് കാശ്മീരിൽ ജീവിച്ചുകൊണ്ട് ഒരു പേടിയില്ലാത്ത മനുഷ്യനായിട്ട്, എല്ലാവർക്കും പേടിയുണ്ട് എന്നല്ല പറയുന്നത്, എന്ത് കാര്യത്തിൽ നമ്മളെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണെങ്കിലും ഇവിടെ ജീവിച്ച് നിങ്ങൾക്ക് ഒന്നിനും പേടി ഉണ്ടാവില്ല. നിങ്ങൾക്ക് പബ്ലിക്കിൽ പോയിട്ട് സംസാരിക്കാനുള്ള കഴിവും കാര്യങ്ങളും ഇവിടെ എന്ത് കളിച്ചാലും ഉണ്ടാവും. പിന്നെ വുമൻസ് ആണെങ്കിൽ, ഗേൾസിന്റെ സെക്ഷൻ പറയുകയാണെങ്കിൽ ഹറാസ്മെന്റും കാര്യങ്ങളും ഒന്നും അവിടെ നടക്കില്ല. കാരണം അവിടെ എന്തെങ്കിലും അങ്ങനെ സെക്ഷുവലി അങ്ങനെ എന്തെങ്കിലും ഹറാസ്മെന്റ് നടന്നില്ലെങ്കിൽ ആ തല പോയി തന്നെ വേണം പറയാം. പിന്നെ ഗേൾസ് സെക്ഷൻ ആണെങ്കിൽ അവര് സ്ട്രോങ് ആയി നിൽക്കും. ഉറപ്പുള്ള കാര്യമാണ്. ഗേൾസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവുക. അതുകൊണ്ട് ആരെ മുന്നിലും അവർ തല താത്തേണ്ടവരില്ല. അത് ഉറപ്പാണ്. അവർ സ്ട്രോങ് ആയിട്ട് തന്നെ പറയും. പിന്നെ അവിടെ ഇല്ലാത്ത സംഭവം എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് ഇല്ല, എലക്ഷൻസും ഇല്ല. കാരണം യൂണിയൻ ടെറിട്ടറിയും പ്രത്യേക ഗവർണർ ഓർഡറും ഉണ്ട്. അവിടെ എലക്ഷനും പൊളിറ്റിക്സും ജാതിയും കാര്യങ്ങളും ഒന്നും നടത്തരുത്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ഓപ്പൺ ഫയറും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് അവിടെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇത് ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടുത്തെ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം.
ഓക്കെ, ഫീസിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഫീസ് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോരോ ഫീസ് സ്ട്രക്ചർ ആണെന്നുള്ളത്. അത് വെച്ചാൽ എൻ്റെ കോഴ്സ് MT ടീമിൽ 2 കൊല്ലം ഞാൻ പഠിക്കുന്ന കോഴ്സിന് 33,000 രൂപയാണ് ടോട്ടൽ ആയിട്ട് എനിക്ക് ഫീ ആയിട്ട് വരുന്നത്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഓൾമോസ്റ്റ് 50,000 ബിലോ മാത്രമേ അവിടെ ഫീ സ്ട്രക്ചർ ആയിട്ട് വരൂ. ഒരിക്കലും എബോ ആയിട്ട് അവർ വരില്ല അവിടെ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. MBA പറ്റിയുള്ള ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. MBA അവിടെ നല്ല കോഴ്സ് തന്നെയാണ്. അവിടെ MBAക്ക് വരുവാണെങ്കിൽ അവിടെ കാറ്റും മാറ്റും എന്ന് പറഞ്ഞ എക്സാം എഴുതിയിട്ട് അവർ CUCTന്റെയും ഈ മാറ്റ് എക്സാമിന്റെയും സ്കോർ കമ്പൈൻഡ് ചെയ്തിട്ടായിരിക്കും ഈ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് അവിടെ സെലക്ട് ചെയ്യുള്ളൂ. MBA കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ ഇപ്പൊ 2 കൊല്ലമായിട്ട് കാണുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് സ്റ്റഡിങ്ങിൽ മാത്രമാണ് ലൈഫ് എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ ഇല്ലാന്ന് തന്നെ പറയാം. ഓക്കെ, പിന്നെ MA ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി MA ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ബട്ട് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. അവിടെ MA ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട്, പക്ഷെ വേറൊരു ക്യാമ്പസിലാണ്. ഐ തിങ്ക് ഹോസ്പിറ്റാലിറ്റി ക്യാമ്പസിലാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് അങ്ങനെ റിസോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് നന്ദി പറയുന്നതിനായിട്ട് ഹിമേഷ് ക്ഷണിക്കുന്നു. ഹലോ, ഓഡിബിൾ ആണോ? അതെ അതെ. ഓക്കെ, സോ ഞങ്ങൾ മൈത്രി നടത്തിയ ഹയർ എഡ്യൂക്കേഷൻ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഇന്ത്യൻ വേർഷന്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് നമുക്ക് പറ്റുന്നത് പരമാവധി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇത് ഒരു ഫ്രൂട്ട്ഫുൾ സെഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങളുടെയൊക്കെ തിരക്കൊക്കെ മാറ്റിവെച്ച് വന്ന എല്ലാ സ്പീക്കേഴ്സിനും മെനി താങ്ക്സ്. ആൻഡ് ഓൾസോ ഇത് കോർഡിനേറ്റ് ചെയ്ത ടീമിനും അതുപോലെ തന്നെ ഇന്ന് ജോയിൻ ചെയ്ത മറ്റെല്ലാ കുട്ടികൾക്കും മൈത്രിയുടെയും ഈ ഒരു ടീമിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു.